മഹാശയൻ മൈത്രേയ മഹർഷിയോട് ചോദിച്ചു, ഭഗവാന്റെ വരാഹാവതാരം എടുത്തതിന് ശേഷം ഭൂമിയെ സ്വസ്ഥാനത്ത് ഉറപ്പിച്ചു എന്ന് പറഞ്ഞുല്ലോ അങ്ങ്. പിന്നീട് സൃഷ്ടി ലീലകൾ എങ്ങനെ വർദ്ധിച്ചു എന്ന് ചോദിക്കുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്ന് ഒരു പ്രജാപതി ഉണ്ടായി. കർദമൻ എന്നാണ് പേര്. അദ്ദേഹം 10,000 സംവത്സരം ഭഗവാനെ തപസ് ചെയ്തു, സരസ്വതി നദീ തീരത്തെ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട്. കർദമൻ്റെ അതിശ്രേഷ്ഠമായ തപസ് കണ്ട് സംപ്രീതനായ ഭഗവാൻ അതിസുന്ദരമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ശംഖുചക്ര ഗദാപത്മങ്ങളോടെ. കർദമന്റെ തപസ് കണ്ടിട്ട് ഭഗവാന്റെ കണ്ണിൽ നിന്ന് അശ്രുബിന്ദുക്കൾ ഉണ്ടായി വിതുര എന്ന് പറയുന്നു. ആനന്ദാശ്രുക്കൾ ഉണ്ടായി. ഭഗവാന്റെ കണ്ണുനീര് വീണ്, ആനന്ദക്കണ്ണീര് വീണ് ഒരു വലിയ തടാകം, സരസ്സുണ്ടായി. ഒരു വലിയ തടാകം ഉണ്ടാകാൻ മാത്രം കണ്ണുനീര് വരണമെങ്കിൽ ഭഗവാൻ എത്രത്തോളം സന്തോഷിച്ചു. ഇതാണ് ഭാഗവതം കാണിച്ചു തരണേ. ഭഗവാനെ സന്തോഷിപ്പിച്ച് ആനന്ദക്കണ്ണീര് വരുത്താൻ നമുക്ക് സാധിക്കണം. ഭഗവാന്റെ കണ്ണിൽ നിന്ന് എപ്പോഴാ വെള്ളം വരിക? ഒരൊറ്റ അവസരത്തിലേ ഭഗവാന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുള്ളൂ. തൻ്റെ ഭക്തനെ കാണുമ്പോൾ മാത്രം. വേറെ ഒരവസരത്തിലും ഭഗവാൻ കരയില്ല. ഈ ഭഗവാന്റെ കരച്ചിൽ ആനന്ദക്കണ്ണീരാണ്. ഇവിടെ കർദമന്റെ തപസ് കണ്ടപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വന്നു ഭഗവാന്റെ. ഇനി നാളെ കാണാം നരസിംഹമൂർത്തിയുടെ അവതരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളിൽ സ്വപാദമൂലെ പതിതം തമർഭകം വിലോക്യദേവ കൃപയാ പരിപ്ലുത. മഞ്ഞുകട്ട അലിയുന്ന പോലെ ഭഗവാൻ അവിടെ അലിഞ്ഞു എന്നാ. അതേവരെ തത്വസ്വർണ്ണ സവർണ്ണ ഘൂർണ്ണ അതിരൂക്ഷാക്ഷം എന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് വന്ന ആള് പ്രഹ്ലാദനെ കണ്ടപ്പോഴേക്കും കണ്ണുനീര് വരാൻ തുടങ്ങി. സുദാമാവിനെ കണ്ടപ്പോൾ ചെന്താമര കണ്ണാനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ, രാമപുരത്തുകാരന് പാടിയില്ലേ. ധ്രുവനെ കാണുമ്പോൾ വാരിയെടുത്ത് പസ്പർശബാലം കൃപയാക പോലെ. ഇങ്ങനെ ഭക്തനെ കാണുമ്പോൾ മാത്രമേ ഭഗവാന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുള്ളൂ, ആനന്ദക്കണ്ണീര് വരുള്ളൂ. ധ്രുവനെ കാണുമ്പോൾ, പ്രഹ്ലാദനെ കാണുമ്പോൾ, സുദാമാവിനെ കാണുമ്പോൾ, ഗോപികമാരെ കാണുമ്പോൾ, കർദമനെ കാണുമ്പോൾ ഭാഗവതം കാണിച്ചു തരുന്നു. നമ്മളെ കാണുമ്പോൾ ഭഗവാന്റെ കണ്ണിൽ നിന്ന് ആനന്ദക്കണ്ണീര് വരണം. അതാണ് ഇന്നലെ പറഞ്ഞത്, സംസിദ്ധിർ ഹരിതോഷണം. നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും ഭഗവാൻ സന്തോഷിക്കാറാവണം. നമ്മൾ സന്തോഷിക്കാനല്ല. നമ്മൾ ഏത് കർമ്മം ചെയ്യണത് നമ്മൾ സന്തോഷിക്കാനാണ്. അതല്ല ശരി. നമ്മുടെ ഏത് വാക്കും ശ്രീകൃഷ്ണ കർണാമൃതമാവണം. നമ്മുടെ ഏത് പ്രവൃത്തിയും ഹരിതോഷണമാവണം. ഇതിനാണ് ഈ ശരീരം തന്നിരിക്കുന്നത്. അങ്ങനെ കർദമന്റെ തപസ് കണ്ട് ആനന്ദക്കണ്ണീര് കൊണ്ട് ഒരു വലിയ തടാകമുണ്ടായി വിതുര. ബിന്ദു സരസ്, അശ്രുബിന്ദുക്കൾ വീണ സരസ് ബിന്ദു സരസ് എന്ന് പറയുന്നു. ഗംഭീരമായിട്ട് സ്തുതിച്ചു ഭഗവാനെ. ലോകത്തിലുള്ള സകല ആൾക്കാരും അങ്ങയുടെ മായയിൽ പെട്ട് മുങ്ങിപ്പൊങ്ങി നടക്കുന്നവരാ. കർദമ പ്രജാപതി പറയുക, ആ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധിക്കില്ല. മായ എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ളൊരു പ്രവാഹമാണ്, ഒഴുക്കാണ്. ഇന്നലെ ഭീഷ്മപിതാമഹന്റെ സ്തുതിയിൽ 1-ാമത്തെ ശ്ലോകം പറഞ്ഞില്ലേ, ഇതിമതിരുപകൽപിത വിതൃഷ്ണ ഭഗവതി തത്വതപുംഗവേ വിഭൂമ്നി സുസുഖമുപഗതേ കുചിൽ. ആ പ്രകൃതിമുപേയുഷിയത് ഭവപ്രവാഹ, പ്രകൃതിമുപേയുഷിയത് ഭവപ്രവാഹ. ആ ഭവപ്രവാഹം മായ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒഴുക്കിനെതിരെ നീന്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? ആർക്കും സാധിക്കില്ല. ഒഴുക്കിനെതിരെ നീന്തിയാൽ കയ്യുകാല് കുഴഞ്ഞ് വെള്ളത്തിൽ താന്നു പോകുന്നല്ലാണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഭഗവാന്റെ മായയാകുന്ന പ്രവാഹത്തിനെതിരെ നീന്താൻ നോക്കിയിട്ട് കാര്യമില്ല. ഒഴുക്കിൽപ്പെട്ട ഉതളങ്ങ പോലെ നമ്മൾ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങോട്ട് പൊക്കോളുക. ഭഗവാന്റെ മായയെ അതിലംഘിക്കാൻ ലോകത്തിൽ ആർക്കും സാധിക്കില്ല. ലോകത്തിലായും കാമഹതോനുബദ്ധ. ലോകം മുഴുവൻ ആ ആഗ്രഹം എന്ന് പറയുന്ന മായയാൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഏതുപോലെ? മൂക്കുകയറിട്ട കാളകളെ പോലെ എന്നാണ്. കാളകളെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താ? മൂക്കുകയറിട്ടാൽ മതി. ഈ മൂക്കുകയറിട്ട കാളകളെ നുകത്തിനോട് ചേർത്ത് ബന്ധിച്ചാലോ ആ വണ്ടിക്കാരൻ
പറയുന്നത് അനുസരിക്കേ നിവൃത്തിയുള്ളൂ. നിലം ഉഴുന്ന സമയത്തെ, ഇപ്പോൾ ട്രാക്ടറായി, പണ്ട് നുകം വെച്ച് കൂട്ടുകയാണ് പതിവ്. ആ സമയത്ത് കർഷകൻ ചാട്ടവാറ് കൊണ്ടടിച്ചാൽ ആ കർഷകൻ നിയന്ത്രിക്കുന്ന സ്ഥലത്തേക്ക് പോവുക എന്നതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല കാളകൾക്ക്. ഇതുപോലെ സകല ജീവജാലങ്ങളും ഭഗവാന്റെ വാക്കുകളാകുന്ന കയറുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിന് രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കില്ല. ഭഗവാന്റെ മായയെ അതിലംഘിക്കാൻ ആർക്ക് സാധിക്കില്ല. അത്ര സിദ്ധിയുള്ളവന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് അഹം ച ലോകാനുഗതോ വഹാമി, ഞാനും ഈ ലോകഗതിക്കനുസരിച്ച് നീങ്ങാൻ തീരുമാനിച്ചു. അങ്ങയുടെ മായയെ അതിക്രമിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ തല കുനിച്ച് അങ്ങയുടെ മായയിൽ പെടാൻ തീരുമാനിച്ചു. ഭഗവാനെ, എനിക്ക് വിവാഹം കഴിക്കണമെന്നോ ഭാര്യാസ്വീകാരം ചെയ്യണമെന്നോ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്നോ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ബ്രഹ്മചര്യ ഇഷ്ടം, അല്ലെങ്കിൽ സന്യാസമാണ് ഇഷ്ടം. പക്ഷെ അങ്ങ് ആഗ്രഹിക്കണോ ഞാൻ ഗൃഹസ്ഥാശ്രമത്തിനെ സ്വീകരിക്കണം. സന്യാസമാണ് എനിക്കിഷ്ടം. പക്ഷെ അങ്ങയുടെ ഇഷ്ടം ഞാൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണം എന്നാ. അങ്ങയുടെ ഇച്ഛയല്ലേ നടക്കുള്ളൂ, അതുപോലെ തന്നെ ആവട്ടെ. അതുകൊണ്ട് പ്രജാസക്തി വർദ്ധിപ്പിക്കാൻ എനിക്ക് എൻ്റെ ജീവിതത്തിനോട് യോജിച്ചു പോകുന്നതായ ഒരു കന്യകയെ പത്നിയായിട്ട് തരണം. സമാനശീലാം, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു കന്യകയെ എനിക്ക് പത്നിയായിട്ട് തരണം. സമാനശീലാം എന്നാ പറഞ്ഞത്. പതി പത്നി ബന്ധം ആണ് ലോകത്തിൽ ഏറ്റവും പവിത്രമായിട്ടുള്ള ബന്ധം എന്ന് ഭഗവാൻ കാണിച്ചു തരിക. പരസ്പര പൂരകങ്ങളായിരിക്കണം പതിയും പത്നിയും. ലോകത്തിൽ ഏറ്റവും വിശുദ്ധമായിരിക്കുന്ന ബന്ധം, അതാണ് സമാനശീലം എന്ന് പറഞ്ഞത്. എനിക്ക് അനുയോജ്യയായ ഒരു കന്യകയെ അങ്ങ് പത്നിയായിട്ട് അനുവദിച്ചു തരണം. ഭഗവാൻ പറഞ്ഞു, ദാ അടുത്ത 3-ാമത്തെ ദിവസം, ഇന്നേക്ക് 3-ാം ദിവസം, മറ്റന്നാൾ ആദിസമ്രാട്ടായിരിക്കുന്ന സ്വയംഭൂവമനു തൻ്റെ പത്നിയായ ശതരൂപാദേവിയോട് കൂടി 2ാമത്തെ പുത്രിയായ ദേവഹൂതിയെ കൊണ്ടുവരും. ആ ദേവഹൂതി സുന്ദരിയാണ്, സുശീലയാണ്, അങ്ങേക്ക് എന്തുകൊണ്ട് അനുയോജ്യയാണ്. ദേവഹൂതിയെ സ്വീകരിച്ചോളൂ, ഗാർഹസ്ഥ്യം സ്വീകരിക്കൂ. ആ ദേവഹൂതിയിൽ അങ്ങേക്ക് 9 പുത്രിമാരുണ്ടാവും. അവസാനം ഞാൻ തന്നെ പുത്രനായിട്ട് ജനിച്ചോളാം. സഹാഹം സാംശകലയാ തദ്വീര്യേണ മഹാമുനെ. ഭാഗവതം കാണിക്കണം കണ്ടോ. ഭഗവാൻ പുത്രനായിട്ട് ജനിക്കണമെന്ന് ചോദിച്ചില്ലല്ലോ. ഒന്നും ചോദിക്കണ്ട ഭഗവാനോട്. അപേക്ഷയില്ലാത്ത ജനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കുമീശൻ മനക്കുരുന്നിൽ കനിവുള്ള കണ്ണൻ. അപ്പോൾ ഭഗവാനോട് എന്തെങ്കിലും ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് നിഷ്കാമ ഭക്തി എന്ന് പറഞ്ഞത്, അഹൈതുകി എന്ന് പറഞ്ഞത്. ഭഗവാനോട് ഒന്നും ചോദിക്കണ്ട. ഇവിടെ ചോദിക്കാതെ തന്നെ ഭഗവാൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ പുത്രനായിട്ട് ജനിച്ചോളാമെന്ന്. ഭഗവാൻ പുത്രനായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? വേറെ വല്ലതും വേണോ? ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിക്കാം. ഇന്ന് വൈകുന്നേരം നമുക്ക് കാണാം, നാഭി എന്നൊരു രാജാവ് ഭഗവാനെ പോലെ ഒരു പുത്രനുണ്ടാവണമെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പുത്രനായിട്ട് ജനിക്കാം. അവിടെ ചോദിച്ചു, ഇവിടെ ചോദിക്കാതെ തന്നെ. ഭാഗവതം വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നു, ഫലേച്ഛ കൂടാതെ നിഷ്കാമമായിട്ട് ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ ഉപാസിക്കാൻ നമുക്ക് കഴിയണം. പലചരക്ക് കടയിൽ പോണേക്കാൾ വലിയ ലിസ്റ്റായിട്ട് പോയിട്ട് കാര്യമില്ല. അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം, കണ്ണല്ലാത്തതൊക്കെ പൊന്നാക്കി തരണം എന്ന് പറഞ്ഞാണ് ശൃംഗവൃത്തി ദേവരുടെ മുമ്പിൽ ചെല്ലുക. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ചെവിയിൽ വിരൽ തിരുത്തും. കേട്ട് കേട്ട് കംപ്ലൈൻറ്റ് കേട്ട് മടുത്തു. അപ്പോൾ നമ്മളൊന്നും പറയണ്ട. എന്തിനാ പറയണേ? പറഞ്ഞാൽ 2 കുഴപ്പം. എന്താണെന്നറിയോ? 1 ചോദിച്ചത് മാത്രമേ കിട്ടുള്ളൂ. എൻ്റെ ഗുരുവായൂരപ്പ, എനിക്ക് ശനിയാഴ്ച തുറ കൊടുക്കുന്ന 1 കോടി ബമ്പർ എനിക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും. ഭഗവാൻ വിചാരിക്കുക അവന് വിഷു ബമ്പർ 25 കോടി കൊടുക്കാം, ക്രിസ്മസ് ബമ്പർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് 1 കോടിയെ വേണ്ടു, എന്താ ചെയ്യുക? പിന്നെ 2ാമത്തത് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചല്ല നമ്മൾ ചോദിക്കണേ.
നമ്മുടെ മനസ്സിൻ്റെ കപ്പാസിറ്റി നാഴി ആണ് എന്ന് വിചാരിക്കുക. നമ്മൾ ചോദിക്കുന്നത് ഒരു പറയാ, ഈ നാഴിയുടെ ഉള്ളിൽ എങ്ങനെയാ പറ ഉൾപ്പെടണേ? നമ്മുടെ കപ്പാസിറ്റി നമുക്കറിഞ്ഞൂടാ, ഭഗവാനെ അറിയുള്ളൂ. അത് 5 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു കുട്ടിയുടെ തലയിലേക്ക് 75 കിലോ ഭാരമുള്ള ഒരു പഞ്ചസാര ചാക്ക് എടുത്തു വെച്ചാൽ എന്തുണ്ടാവും? ഇതാണ് പ്രശ്നം. അപ്പോൾ ഒന്നും ചോദിക്കാതിരിക്കുക. എനിക്ക് വേണ്ടതെന്തെന്ന് അവിടുത്തേക്കറിയാം പ്രഭോ. മഹാദേവനോട് പറഞ്ഞാൽ മതി. എന്ത്? ശിവമാർഗ പ്രണയകാരം പ്രണതോസ്മി സദാശിവ, എൻ്റെ ബുദ്ധി നേരെയാക്കണേ എന്ന് മാത്രം. പ്രഹ്ലാദൻ എന്താ നരസിംഹമൂർത്തിയോട് പറഞ്ഞേ? എന്താ വരം വേണ്ടേ എന്ന് ചോദിച്ചു. നാളെ വൈകുന്നേരം കാണാം. അവിടുത്തെയോട് ഒരു വരവും ചോദിക്കാൻ തോന്നരുതേ എന്നൊരു വരം. ഇതാണ് ഭാഗവതം കാണിച്ചിട്ടുണ്ട്. ഒന്നും ചോദിക്കണ്ട. അങ്ങനെ 10ാമതായിട്ട് ഞാൻ തന്നെ പുത്രനായിട്ട് ജനിച്ചോളാമെന്ന് അനുഗ്രഹിച്ച് ഭഗവാൻ അപ്രത്യക്ഷനായി. ബ്രഹ്മാദി ദേവന്മാർ വന്ന് സ്തുതിച്ചു ഭഗവാൻ അപ്രത്യക്ഷനാകുന്നതിന് മുൻപ്. എന്നിട്ട് ബ്രഹ്മാവ് കർദമ പ്രജാപതിയെ അനുഗ്രഹിച്ചു. ഉണ്ണി, നിന്റെ ജന്മം സഫലായി. ഭഗവാൻ തന്നെ നിന്റെ പുത്രനായിട്ട് ജനിച്ചില്ലേ? സാഖ്യം എന്ന യോഗത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് കപിലവാസുദേവൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീരും. നീ ഏതായാലും ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞു. ഭഗവാൻ ബ്രഹ്മാവ് യാത്രയായി. പിന്നീട് ആ കപിലവാസുദേവൻ എന്ന രീതിയിൽ ഭഗവാൻ അവതരിക്കാൻ പോകും. ഞാൻ തന്നെ പുത്രനായിട്ട് ജനിച്ചോളാം എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. സരസ്വതി നദീതീരത്ത് കർദമൻ എന്ന പ്രജാപതി വീണ്ടും ധ്യാനനിരതനായിട്ടിരിക്കണു. അങ്ങനെ ധ്യാനനിരതനായിട്ടിരിക്കുന്ന സമയത്താണ് സ്വയംഭുവ മനു എന്ന ആദി രാജാവ് ഭഗവാൻ അരുൾ ചെയ്തതുപോലെ തൻ്റെ പത്നിയോടൊപ്പം 2ാമത്തെ മകളോടൊപ്പം അവിടെ എത്തി, ദേവഹൂതിയെയും കൊണ്ട്. ആദി രാജാവല്ലേ വരുന്നത്, എഴുന്നേറ്റ് ആദരിച്ചു. സ്വയംഭുവ മനു പ്രജാപതിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. കർദമൻ ചോദിച്ചു സ്വയംഭുവ മനുവിനോട്, അങ്ങ് ലോകചക്രവർത്തിയാണ്, ഒരു ഭരണാധികാരിയുടെ ധർമ്മം എന്താ? പ്രജാക്ഷേമ തൽപരനായിരിക്കണം, ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കണം. അങ്ങനെ ലോകപര്യടനത്തിൽ ഇറങ്ങിയതാണോ? ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ ലോകപര്യടനത്തിനായിട്ട് ഇറങ്ങിയതാണോ അങ്ങ്? അതോ എൻ്റെ ആശ്രമത്തിൽ വന്നതിന് പ്രത്യേകം ഉദ്ദേശ്യം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരേണ്ടതായിട്ടുണ്ടോ? അപ്പോഴാണ് സ്വയംഭുവ മനുവിനോട് ആ സ്വയംഭുവ മനു കർദമ പ്രജാപതിയോട് പറഞ്ഞത്, ഇതെൻ്റെ മധ്യമപുത്രിയായ ദേവഹൂതി ദേവിയാണ്. ഇവളെ അങ്ങേക്ക് വിവാഹം ചെയ്തു തരാനാണ് ഞാൻ വന്നത്. ചെറുപ്പത്തിലെ ശ്രീനാരദ മഹർഷിയിൽ നിന്ന് ഇവൾ അറിഞ്ഞിരിക്കണു, അങ്ങാണ് ഇവളുടെ പ്രതിശ്രുതവരൻ. അശൃണോൾ നാരദാദേശ ത്വയ്യാസി കൃതനിശ്ചയ. അങ്ങാണ് ഇവളുടെ പ്രതിശ്രുതവരൻ എന്ന് ശ്രീനാരദ മഹർഷിയിൽ നിന്ന് അറിഞ്ഞതു മുതൽ അങ്ങയെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ മധ്യമപുത്രിയായ ഈ ദേവഹൂതിയെ വിവാഹം കഴിക്കാൻ സമ്മതല്ലേ എന്ന് ചോദിച്ചു മനു. കർദമൻ പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു, ആദിചക്രവർത്തിയായ സ്വയംഭുവ മനുവിൻ്റെ പുത്രി, പ്രിയവ്രതൻ്റെയും ഉത്താനപാദൻ്റെയും സഹോദരി, അതീവ സുന്ദരി, സുശീല. ഈ ദേവഹൂതിയുടെ സൗന്ദര്യത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ പന്തടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദേവഹൂതി. കൊട്ടാരത്തിൻ്റെ ടെറസിൽ പന്തടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ദേവഹൂതി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്തെ കൂടെ വിശ്വാവസു എന്ന ഗന്ധർവൻ വിമാനത്തിൽ പോവുമായിരുന്നു. താഴേക്ക് നോക്കിയപ്പോൾ ദേവഹൂതിയെ കണ്ടു. ആ ദേവഹൂതിയുടെ സൗന്ദര്യം കണ്ട് മോഹാലസ്യപ്പെട്ട വിമാനമടക്കം തലകുത്തി താഴെ വീണു. ഒരു ഗന്ധർവൻ മോഹിക്കണമെങ്കിൽ എത്രത്തോളം സൗന്ദര്യമുണ്ട്? അത്ര സുന്ദരിയാ. പക്ഷെ കർദമൻ പറഞ്ഞു, ഈ സൗന്ദര്യത്തിലൊന്നും ഞാൻ ആകൃഷ്ടനാവണില്ല. ഇതൊക്കെ ബാഹ്യമായിട്ടുള്ളതാണ്, മാംസളമായ ശരീരം, ഇത് നശിച്ചു പോണതാണ്, ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഈ ദേവഹൂതിയെ ഞാൻ സ്വീകരിക്കാൻ ഭഗവാൻ പറഞ്ഞതുകൊണ്ട്. എനിക്ക് ഭഗവാനെ ഉപാസിച്ച് സന്യാസം സ്വീകരിക്കണം എന്നാണ്. പക്ഷെ ഭഗവാൻ പറഞ്ഞ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം
ഈ പെൺകുട്ടിയെ ഞാൻ പത്നിയായിട്ട് സ്വീകരിക്കാം, ഒരു കണ്ടീഷൻ. അതോ ഭജിഷ്യേ സമയേന സാധ്യം യാവത്തേജാൽ പ്രഭുയാദാത്മനോമേ. എന്നിൽ നിന്ന് ഇവൾക്ക് സന്താനങ്ങൾ ഉണ്ടായാൽ അപ്പം ഞാൻ തപസ്സിന് പോകും. എനിക്ക് കുടുംബത്തിൽ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാനും പറ്റില്ല, സംസാര സാഗരയും മകനും പറ്റില്ല. എപ്പോഴാണോ ഇവളിൽ എനിക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നത്, പ്രജാസൃഷ്ടി എന്ന ദൗത്യം എന്ന് പൂർത്തിയാവണോ അന്ന് ഞാൻ തപസ്സിന് പോകും. വിവാഹത്തിൽ ചടഞ്ഞുകൂടി ഗാർഹസ്ഥനായിട്ടിരിക്കാൻ എനിക്ക് പറ്റില്ല, സമ്മതമാണോ എന്ന് ചോദിച്ചു. ഭഗവാന്റെ ഇച്ഛ അതാണെങ്കിൽ അതല്ലേ നടക്കുള്ളൂ. അങ്ങനെ ദേവഹൂതിയെ കർദമ പ്രജാപതിക്ക് ദേവഹൂതിയെ വിവാഹം കഴിച്ചു കൊടുത്തു. ആദ്യോ വൈവാഹികോ വിധി, ബ്രാഹ്മം എന്ന് പറയുന്ന ശ്രേഷ്ഠമായ വിവാഹം. ആ വിവാഹത്തിൽ എത്ര പേരുണ്ട്? വെറും 4 പേര്. വരനുണ്ട്, വധുവുണ്ട്, വധുവിൻ്റെ മാതാപിതാക്കളുണ്ട്. ഭാഗവതം കാണിച്ചു തരുന്നു, വളരെ സിമ്പിളായിട്ട് നടത്തണം നമ്മുടെ വിവാഹം. വിവാഹം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഗോഷ്ഠിയാണ് നമ്മൾ കാണിക്കുക അല്ലേ? 33 കോടി ദേവന്മാരെ, 66 കോടി അസുരന്മാരെ, യക്ഷന്മാരെ, കിന്നരന്മാരെ, ചാരണന്മാരെ, സിദ്ധന്മാരെ, സപ്തർഷികളെ, മറ്റുള്ള ലോകത്തിലുള്ള കോടാനുകോടി ജീവജാലങ്ങളെ മുഴുവൻ ക്ഷണിക്കാം. അതൊന്നും ഉണ്ടായില്ല. എന്താ? ലളിതമായിട്ട് വേണം വിവാഹം നടത്താൻ എന്നാണ്. ആരെയും ക്ഷണിക്കണ്ട എന്നല്ല, വിവാഹത്തിൻ്റെ ഗോഷ്ഠി നമ്മൾ എത്രയാണ് കാണിക്കുക? ഇൻവിറ്റേഷൻ അടിക്കുന്നത് തൊട്ടങ്ങോട്ട് തുടങ്ങും അല്ലേ? 500 രൂപ കൊടുത്ത് ഓരോ ഇൻവിറ്റേഷനും 500 രൂപ വെച്ചിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഇൻവിറ്റേഷൻ അടിച്ച് അവിടെ തൊട്ടങ്ങോട്ട് തുടങ്ങും. ആ ഇൻവിറ്റേഷൻ അടിച്ചു കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞാൽ ഇൻവിറ്റേഷൻ പിന്നെ എന്തിനാ ഉപയോഗിക്കുക? നമ്മൾ ഇടത്തെ കയ്യിൽ ഇൻവിറ്റേഷൻ ഉണ്ടാവും, വലത്തെ കയ്യിൽ ചൂലും ഉണ്ടാവും. പൊടി അടിച്ച് വരാൻ ഇത്ര നല്ല സാധനം വേറെയില്ല. 3000 പേരെങ്കിലും ക്ഷണിക്കും നമ്മൾ അല്ലേ? അവിടേക്ക് നല്ല മുഹൂർത്തമുള്ള കല്യാണമാവും. പോകണ്ടെന്ന് വെച്ചാൽ എല്ലാവരും തല കാണിച്ചു മുങ്ങും. 3000 പേരെ ക്ഷണിക്കും, 1000 പേര് വരും, ബാക്കി 2000 പേരെ തെങ്ങിൻ ചോട്ടിലിട്ട് മൂടേണ്ടി വരും ഫുഡ്. നമ്മളൊക്കെ എന്തൊക്കെ ഗോഷ്ഠിയാണ് കാണിക്കണേ? വലിയ വലിയ ടെക്സ്റ്റൈലിൽ പോയിട്ട് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ വിലയുള്ള സാരി എടുക്കുക, സ്വർണ്ണ അലുക്കുകളുള്ളത്. ആ കല്യാണ സാരി പിന്നെ എന്നാ ഉടുക്കുക? ഒരിക്കലും അത് ഉടുക്കലുണ്ടാണ്, മടക്കി അലമാരയിൽ വെക്കും. ഒടുക്കൽ നമ്മുടെ പേരക്കുട്ടിയുടെ കല്യാണത്തിൽ എടുത്ത് കാണിച്ചു കൊടുക്കും, മുത്തശ്ശിയുടെ കല്യാണ സാരി കണ്ടിട്ടുണ്ടോ എന്ന്. ഇങ്ങനെ എടുക്കുമ്പോഴേയും അവിൽ പൊടിഞ്ഞു പോണ പോലെ പൊടിഞ്ഞ് ഇങ്ങനെ പോരും. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഭാഗവതം. നമ്മുടെ ജീവിതവുമായിട്ട് സ്പർശമുള്ളത്. ആരും ക്ഷണിക്കേണ്ട എന്നല്ല പറഞ്ഞത്. ബി ഹംബിൾ ആൻഡ് സിമ്പിൾ. ലളിതമായിട്ട് നടത്തൂ. ആദ്യോ വൈവാഹികോ വിധി. തൻ്റെ പുത്രിയെ കല്യാണം കഴിച്ചു കൊടുത്തു. കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ബർഹിഷ്മതി എന്ന് പറയുന്ന തൻ്റെ സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു വന്നു സ്വയംഭൂമനു. ബർഹിഷ്മതി എന്ന് പേര് വരാൻ കാരണം വരാഹമൂർത്തിയുടെ രോമങ്ങൾ വീണ് പവിത്രമായ സ്ഥലം. വരാഹമൂർത്തിയുടെ രോമങ്ങൾ ഭൂമണ്ഡലത്തിൽ വീണപ്പോൾ അത് ഗർഭപുല്ലുകളായിത്രേ. ഗർഭപുല്ലുകളുടെ പ്രത്യേകത എന്താ? നമ്മുടെ ആത്മീയമായുള്ള ഏത് കർമ്മത്തിനും ഗർഭപുല്ല് വേണം. ജനനം തൊട്ട് മരണം വരെ ഏത് കർമ്മത്തിനും, അമ്പലത്തിലെ പൂജകൾക്കാണെങ്കിലും ഗർഭപുല്ലിൻ്റെ കടയ്ക്കൽ ബ്രഹ്മാവ്, മധ്യത്തിൽ വിഷ്ണു, അഗ്രത്തിൽ മഹാദേവൻ, ത്രിമൂർത്തി സംഗമമുള്ളതാണ് ഗർഭപുല്ലെന്നാണ് പറയുക. അതാണ് അതിൻ്റെ പ്രത്യേകത. യജ്ഞവരാഹമൂർത്തിയുടെ രോമങ്ങൾ വീണിട്ടാണ് ഈ ഗർഭപുല്ലുകൾ ഉണ്ടായത്. അപ്പോൾ ബർഹിസ്സുകൾ വീണ പവിത്രമായ സ്ഥലം ബർഹിഷ്മതി. ആ ബർഹിഷ്മതി എന്ന സാമ്രാജ്യത്തിൽ സ്വയംഭൂമനു പിന്നെ ജീവിച്ചത് എങ്ങനെയാണെന്ന് പറയുന്നു. ശൃണ്വതോ ധ്യായതോ വിഷ്ണോ. ഭഗവാന്റെ കഥകളെ കേട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് വാസുദേവ പ്രസംഗേന പരിഭൂതഗതിത്രയ. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഭഗവാന്റെ കഥകളിൽ മുഴുകി നടന്നു എന്ന. ശൃണ്വതോ ധ്യായതോ വിഷ്ണോ കുർവതോ ബ്രുവത കഥ. ഭഗവാന്റെ കഥകളെ പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് ധർമ്മത്തിനെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ജീവിതം കഴിച്ചത്. ഭാഗവതം കാണിച്ചു തരിക, അവനവൻ്റെ മക്കളെ കല്യാണം കഴിച്ച് കൊടുത്താലെങ്കിലും വയസ്സുകാലത്തെങ്കിലും ഭാഗവതത്തിൻ്റെ മുമ്പിലേക്ക് വരണം എന്ന്. ഇത് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഇന്നലെ ഒരു വിദ്വാനെ കണ്ടില്ലേ, 100 മക്കള് പെടഞ്ഞ് ചത്തു എന്നറിഞ്ഞിട്ടും
സിംഹാസനത്തുമ്മേ അള്ളിപ്പിടിച്ചിരുന്ന ഒരാൾ ധൃതരാഷ്ട്രരെ കണ്ടു എന്നല്ലേ. ധൃതരാഷ്ട്രരാകരുത്, മനുവിനെ കണ്ടു പഠിക്കൂ. മക്കളുടെ കല്യാണം കഴിഞ്ഞ് കൊടുത്ത് അവരെ വിട്ടാലും അവരായി അവരുടെ പാടായി എന്ന് പറഞ്ഞ് അവരെ വിടാതെ താക്കോൽക്കൂട്ടം കയ്യിൽ പിടിച്ച് ഞാനാണ് കാർന്നവരെന്ന് പറഞ്ഞിരിക്കരുത്. വയസ്സുകാലത്തെങ്കിലും നിസ്സംഗനായിട്ട് ഭാഗവതത്തിൻ്റെ മുമ്പിലേക്ക് വരണം. ഇതാണ് വേദവ്യാസ മഹർഷി ഭാഗവതത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രത്നങ്ങളെന്ന് പറഞ്ഞത്. ഇത് കണ്ടെത്താൻ നമുക്ക് പറ്റണം. അങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഉപദേശങ്ങൾ എഴുതി വച്ചു. അതാണ് മനുസ്മൃതി. തൻ്റെ അടുത്ത് വന്ന മഹർഷിമാർക്ക് സ്വയംഭൂവ മനു കൊടുത്ത ഉപദേശങ്ങളാണ് മനുസ്മൃതി. ബഹുജനം പലവിധം, എല്ലാവരും ഒരേപോലെയല്ല. അതുകൊണ്ട് എല്ലാവരുടെ ധർമ്മങ്ങളും ഒരുപോലെയല്ല. അമ്പലത്തിലെ മേൽശാന്തിയുടെ ധർമ്മമല്ല ഒരു പോലീസുകാരന്, ഒരു പോലീസുകാരൻ്റെ ധർമ്മമല്ല ഒരു ഡോക്ടർക്ക്, ഒരു ഡോക്ടർക്ക് ധർമ്മമല്ല ഒരു അഡ്വക്കേറ്റിന്. അപ്പോൾ ധർമ്മം മാറി 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 മാറിക്കൊണ്ടിരിക്കും. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ഓരോരുത്തരും വർണ്ണമനുസരിച്ച്, ആശ്രമമനുസരിച്ച്, സ്ഥാനമനുസരിച്ച്, സന്ദർഭമനുസരിച്ച്, സാഹചര്യമനുസരിച്ച്, കാലമനുസരിച്ച്, ദേശമനുസരിച്ച് ധർമ്മം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഓരോരുത്തർക്കും വിധിച്ചിട്ടുള്ള ധർമ്മം? അതാണ് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ലോകത്തിനെ നന്മയിലേക്ക് നയിക്കാനുള്ള ധർമ്മോപദേശം ചെയ്തുകൊണ്ട് ബർഹിഷ്മതി എന്ന സാമ്രാജ്യത്തിൽ സ്വയംഭൂവ മനു ഭഗവത് ധ്യാനത്തിൽ മുഴുകി ജീവിച്ചു വിതുര. പിന്നീട് പറഞ്ഞത് ദേവഹൂതി കർദമന്മാരുടെ ദാമ്പത്യമാണ്. എങ്ങനെയാണ് കർദമനും ദേവഹൂതി ജീവിച്ചത്? നിത്യം പര്യചരൽ പ്രീത്യ ഭവാനീവ ഭവം പ്രഭും. ശ്രീപരമേശ്വരനെ ശ്രീപാർവതി ദേവി എങ്ങനെ ഉപാസിച്ചോ അതുപോലെ ആ ശ്രീപാർവതി ദേവിയുടെ തപസ്സിൽ ആകൃഷ്ടനായിട്ട് സന്തോഷിച്ചിട്ടാണ് മഹാദേവൻ തനു പകുതി പ്രേമപൂർവം പകുത്തങ്ങേൽപ്പിച്ച കാര്യം. തൻ്റെ ശരീരം പകുതി അങ്ങോട്ട് കൊടുത്തു, അർദ്ധനാരീശ്വരനായി. തിരുവഞ്ചക്കുളത്ത് പോയാലും ശൃംഗപുരത്ത് പോയാലും കീഴ്ത്തളിയിൽ പോയാലും മഹാദേവനെ മാത്രമായിട്ട് നമ്മൾ തൊഴാറില്ല. നമോ നമ ശങ്കരപാർവതിഭ്യാം. എവിടെ മഹാദേവനുണ്ടോ അവിടെ മഹാദേവിയുണ്ട്. ലോകത്തിലെ ഐഡിയൽ കപ്പിൾ, മാതൃകാ ദമ്പതിമാരാരാ? പാർവതീ പരമേശ്വരന്മാരാ. വാഗർദ്ധായുവ സംപൃക്തൗ വാഗർദ്ധപ്രതിപത്തയേ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ എന്നൊക്കെയാണ് കാളിദാസൻ പറയുക. വാക്കിന് അർത്ഥം പോലെയാണ്, അർത്ഥത്തിന് വാക്ക് പോലെയാണ്. വാക്കില്ലാതെ അർത്ഥമില്ല, അർത്ഥമില്ലാണ്ട് വാക്കില്ല. ഇതേപോലെയാ പാർവതീ പരമേശ്വരന്മാരെ, ഒരിക്കലും വേർപെടില്ല. അതാണ് ഭഗവാന്റെ പുറകുഭാഗത്ത് വിളക്ക് വെച്ചിട്ട് നമ്മൾ തൊഴുന്നത് പാർവതി ദേവിയാണ്. ശ്രീപാർവതിം രത്നഹിതം പ്രണൗമി. മഹാദേവനെ നമ്മൾ തന്നെ തൊഴാറില്ല, മഹാദേവനെയും മഹാദേവിയെയും ഒരുമിച്ച നമോ നമ ശങ്കരപാർവതിഭ്യാം എന്നാണ് തൊഴാറ്. ഇതുപോലെ ശ്രീപരമേശ്വരനെ ശ്രീപാർവതി ദേവി എപ്രകാരം തൻ്റെ പാതിവൃത്യം കൊണ്ട്, ഭക്തി കൊണ്ട്, അതുപോലെ ക്ഷമ കൊണ്ട് ഭഗവാനെ ഉപാസിച്ചോ അതുപോലെ പതിർഹി ദേവത നാര്യ പതിർബന്ധു. ഒരു സുമംഗലിയുടെ കൺകണ്ട ദൈവം പതിയാവണം. പതിർഹി ദേവത നാര്യ കൺകണ്ട ദൈവമാണ്. പതിർബന്ധു, പതിർ ഗുരു. പതിയാണ് ഏറ്റവും വലിയ ഗുരു. അത് കഴിഞ്ഞിട്ട് പ്രാണൈരവി പ്രിയം തസ്മാൽ. പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവതായിരിക്കണം ഒരു സുമംഗലിക്ക് ഭർത്താവ്. പ്രാണൈരവി പ്രിയം തസ്മാൽ. ഭർതൃകാര്യം വിശേഷത. തൻ്റെ ഭർത്താവിൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ വേറൊരു കാര്യം ഉണ്ടാകാവൂ. ഗോപികമാരോടും ബ്രാഹ്മണ സ്ത്രീകളോടും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും, ഭർതൃശുശ്രൂഷണ സ്ത്രീണാം പരോധർമ്മോ ഹ്യമായയ. ഒരു സുമംഗലിയുടെ പരമമായ ധർമ്മം എന്ന് പറയുന്നത് ഭർത്താവിനെ ശുശ്രൂഷിക്കല. ഭർത്താവിൻ്റെ കാര്യം വലിച്ചെറിഞ്ഞിട്ട് ഭാഗവത സപ്താഹം കേട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ പതിയാണ് കൺകണ്ട ദൈവം. ഇത് പറഞ്ഞ ഭാഗവത സപ്താഹത്തിൽ പറഞ്ഞപ്പോൾ ഇന്റർവെല്ലിന് നേരത്ത് ഒരാൾ വന്ന്, തമ്പുരാൻ ഒരു സംശയമുണ്ട്, ഇത് വൺ വേ ട്രാഫിക് ആണോ?
ഈ പെണ്ണുങ്ങൾക്ക് മാത്രമാണോ ബാധകം? ആണുങ്ങൾക്ക് ബാധകമല്ലേ ഇത്? അതെ, ആരാണ് പതി എന്നറിയാത്തതുകൊണ്ടായി കുഴപ്പം. ആരാ പതി? പാതി ഇതി പതി രക്ഷതി കൗമാരേ. ആ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആരാ? പാതി, വൺ ഹൂ പ്രൊട്ടക്ട്സ് എന്നർത്ഥം. മലയാളത്തിൽ പറയുന്ന പാതിയല്ല, സംസ്കൃതത്തിലെ പാതി എന്ന് പറഞ്ഞാൽ വൺ ഹൂ പ്രൊട്ടക്ട്സ്. ആരാണോ ജീവിതകാലം മുഴുവൻ സഹധർമ്മിണിയെ സംരക്ഷിക്കുന്നത് അവനെ പതി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ വൺ വേ ട്രാഫിക് അല്ല. പതി പത്നി ബന്ധം എന്ന് പറഞ്ഞാൽ ഉഭയദിശീയമാണ്, പരസ്പര പൂരകങ്ങളായിരിക്കണം. അതാണ് പതി പത്നി ബന്ധം എന്ന് പറയുന്നത്. അതാണ് സമാനശീല എന്ന് പറഞ്ഞത്. വൺ വേ ട്രാഫിക് അല്ല. ജീവിതകാലം മുഴുവൻ പത്നിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് അവളെ സംരക്ഷിക്കാൻ കടപ്പെട്ടവനാണ് പതി. പാതി ഇതി പതി. പത്നി എന്ന് പറയുമ്പോൾ പതി വ്രത, പതി എന്ന് പറയുമ്പോൾ പാതി ഇതി പതി. ഇതാണ് അവ തമ്മിലുള്ള ബന്ധം. ഇതുപോലെ ആയിരിക്കണം. ഇങ്ങനെ അതിശ്രേഷ്ഠമായ ഭക്തി കൊണ്ട്, ക്ഷമ കൊണ്ട്, പാതിവ്രത്യം കൊണ്ട്, ബഹുമാനം കൊണ്ട്, സ്നേഹം കൊണ്ട് ശ്രീപരമേശ്വരനെ ശ്രീപാർവതി ദേവി എപ്രകാരം ശുശ്രൂഷിക്കുന്നുവോ അതുപോലെ കർദമനെ ശുശ്രൂഷിച്ചു ദേവഹൂതി ദേവി. താൻ രാജകുമാരിയാണെന്നുള്ള ഭാവം മാറ്റി പട്ടുവസ്ത്രങ്ങൾക്ക് പകരം മരവുരിയാക്കി. വൈഡൂര നെക്ലേസും രത്നഹാരങ്ങൾക്കും പകരം രുദ്രാക്ഷമാല ധരിച്ചു. പഞ്ചാംഗരാഗം പെർഫ്യൂം ധരിച്ചിരുന്ന ശരീരത്ത് ഭസ്മമാക്കി. മുല്ലപ്പൂ ചൂടിയിരുന്ന കേശഭാരത്തില് ആലിൻ്റെ പശ പിരിച്ച് ജടയാക്കി മാറ്റി. ഇങ്ങനെ തപസ്വിനിയായി. തൻ്റെ പതി തപസ്വിയാണ്, താൻ തപസ്വിനിയായിട്ട് മാറി. അങ്ങനെ അനേക കാലം കഴിഞ്ഞു. ആചാര്യന്മാർ പറയാ 12 കൊല്ലം കഴിഞ്ഞു എന്നാണ്. 12 കൊല്ലം കഴിഞ്ഞിട്ട് കർദമ പ്രജാപതി ഒന്ന് കണ്ണു തുറന്നു, ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. അപ്പോഴാണ് ധ്യാനത്തിൽ നിന്ന് ഉണർന്നേ. ഉണർന്നപ്പോഴാണ് അത്ഭുതമായി തൻ്റെ പത്നിയെ കണ്ടപ്പോൾ. വിശ്വാവസു എന്ന ഗന്ധർവൻ മോഹിച്ച് തലകുത്തി താഴെ വീണ സൗന്ദര്യധാമാണോ തൻ്റെ മുമ്പിൽ നിൽക്കണേ? ശരീരം മുഴുവൻ മെലിഞ്ഞു ഉണങ്ങി, അസ്ഥി പഞ്ചരം, എല്ലും തോലുമായി. മേട്ട് മുഴുവൻ ചളി പിടിച്ചിരിക്കുന്നു. നഖമൊക്കെ നീണ്ട് വളഞ്ഞ്, കണ്ണുകൾ കുഴിഞ്ഞ്, കവിളൊട്ടി, തല ജട പിടിച്ച് ഒരു അസ്ഥി പഞ്ചരം. സന്തോഷത്തിനേക്കാൾ കൂടുതൽ ബഹുമാനാ തോന്നിയത്. സ്വന്തം ശരീരത്തിനെ തൃണവൽഗണിച്ചുകൊണ്ട് പതിർഹി ദേവതാ നര്യ എന്ന രീതിയിൽ തന്നെ ശുശ്രൂഷിച്ചില്ലേ? ആദ്യമായിട്ട് സംസാരിച്ചു ദേവഹൂതിയോട് കർദമ പ്രജാപതി. ആദ്യം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഏതൊരു സുമംഗലിയും ഏതൊരു തൻ്റെ പതിയിൽ നിന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക്, ആ ഒരു വാക്ക് കേൾക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്താ പറഞ്ഞറിയോ? തുഷ്ടോഹം, എനിക്ക് സന്തോഷമായി. ഇത് ഒരു ഭർത്താവിൻ്റെ മുഖത്ത് നിന്നൊരു ഭാര്യയ്ക്ക് കേൾക്കണമെങ്കിൽ വലിയ വിഷമമാണ്. എത്ര പണിയെടുത്താലും ഏറ്റവും അവസാനം വൈകുന്നേരം വന്നൊരു ചോദ്യമാണ്, നിനക്കെന്താ അവിടെ പണിയും അല്ലേ? ഒരു പണി ഇല്ലാണ്ടിരിക്കാന്ന ധാരണ. ഞാനാണെങ്കിലോ കാലത്ത് ഓഫീസിൽ പോയിട്ട് വൈകുന്നേരം അധ്വാനിച്ച് വന്നിട്ട് വേർത്ത് കുളിച്ചാ വരണേ, നീ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ എന്നാണ് ചോദ്യം. ഒരൊറ്റ ദിവസം ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങളുടെ ജോലി ഞാൻ എടുക്കാം, എൻ്റെ ജോലി നിങ്ങൾ എടുത്തോളൂ എന്ന്. എല്ലാ ഭർത്താക്കന്മാരും ഒരൊറ്റ ദിവസം കൊണ്ട് റിസൈൻ ചെയ്ത് പോകും അല്ലേ? ഒരു പണിയില്ലാന്ന. ശരിക്കും പറഞ്ഞാൽ ഗൃഹലക്ഷ്മിയാണ് പത്നി. പത്നിയുടെ സ്വഭാവം കൊണ്ടാണ് ഒരു ഗൃഹം നന്നാവുന്നതും ചീത്തയാവുന്നതും. ഇത് ഞാൻ പറയണതല്ല കേട്ടോ. സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ ഞാൻ മധുരമായിട്ടുള്ള തേൻപുള്ള വാക്കുകൾ പറഞ്ഞതല്ല. ഇന്നലെ കശ്യപ പ്രജാപതി പറയണതും ഇന്ന് കർദമ പ്രജാപതി പറഞ്ഞതും മലയാളത്തിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഗാർഹസ്ഥ്യം അല്ലെങ്കിൽ ദാമ്പത്യം എന്ന് പറയുന്ന ആ ജീവിത നൗക മുൻപോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ സ്കിപ്പർ, അമരക്കാരി ഗൃഹലക്ഷ്മിയാണെന്ന. ഗൃഹലക്ഷ്മിയുടെ കാര്യേഷു മന്ത്രി എന്നാ പറയുക. ഒരു ഗൃഹത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ കൊണ്ടുപോകുന്നത് യാതൊരു സംശയമില്ല. ഇന്നലെ കശ്യപ പ്രജാപതി ദിതിയോട് പറഞ്ഞു, ജലയാനൈ യഥാർണവം, ഒരു കാറ്റും കോളം നിറഞ്ഞ സമുദ്രത്തിൽ കൂടി ഒരു വഞ്ചി മറിയാതെ സുരക്ഷിതമായിട്ട് ഒരു തോണിക്കാരി എങ്ങനെ കൊണ്ടുപോകുന്നുവോ അതുപോലെ ഈ സംസാര സാഗരത്തിലൂടെ ജീവിത നൗകയെ കൊണ്ടുപോകുന്ന തോണിക്കാരി സമർത്ഥയായ ഗൃഹലക്ഷ്മിയായ പത്നി തന്നെയാണ്. സകല ഭാരങ്ങളും
ഒരു ഗൃഹസ്ഥൻ ആ പത്നിയുടെ ചുമലിൽ വച്ചിട്ടാണ് കൂളായിട്ട് നടക്കുന്നത്, അല്ലേ? കാര്യേഷു മന്ത്രി. ഇലക്ട്രിസിറ്റി ബിൽ എത്രയായി, പലചരക്കുകളിൽ എത്രയായി, ഗ്യാസിന് എത്രയായി, ഇതൊന്നും എന്നോട് ചോദിക്കേണ്ട, ശമ്പളപ്പൊതി അങ്ങോട്ട് കൊടുക്കും. കാര്യേഷു മന്ത്രി. ഇതാണ്. അപ്പോൾ ഒരു ഗൃഹം ശ്രേഷ്ഠമാകുന്നത് എപ്പോഴാ? ആ ഗൃഹലക്ഷ്മിയുടെ കൈങ്കര്യം കൊണ്ടാ, സാമർഥ്യം കൊണ്ടാ. ആ ഗൃഹലക്ഷ്മിയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും ഗൃഹത്തിൻ്റെ ഐശ്വര്യം. വാസ്തവത്തിൽ ഇതിപ്പോഴാണ് നമ്മുടെ സർക്കാർ ഇറങ്ങി. അതുകൊണ്ട് റേഷൻ കാർഡിൽ ഗൃഹനാഥൻ എന്നുള്ളത് മാറ്റി ഗൃഹനാഥ എന്നാക്കി. കാരണം ഇപ്പോഴാണ് ബോധ്യമായ സ്ത്രീകളുടെ മാഹാത്മ്യം കൊണ്ടാണ് ഒരു ഗൃഹം ഐശ്വര്യപ്രദമാവണത് എന്നാണ്. ഭാഗവതം പറയുന്നു, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നാണ് പറയുക. എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ സകല ദേവീദേവന്മാരും സന്നിധാനം ചെയ്യുന്നു. ഇതാണ് ഭാരതീയ സംസ്കൃതി. അല്ലാണ്ട് അബലകളെന്ന് പറഞ്ഞ് അവരെ അകത്തിട്ട് കൂട്ടണം. അന്തർജനം എന്ന് പറയുന്ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നുള്ള വാക്ക് കേട്ട് മനുസ്മൃതി കത്തിക്കുക അത്യന്താധുനികോത്തരന്മാര്. എന്താ മനു പറഞ്ഞേ? അത് ധരിക്കണില്ല. കുട്ടിയിലെ അച്ഛനാണ് സംരക്ഷിക്കുന്നത്, യൗവനത്തില് പതിയാണ് സംരക്ഷിക്കുന്നത്. പുത്രോ രക്ഷതി വാർദ്ധക്യേ, വാർദ്ധക്യത്തില് മകനാണ് സംരക്ഷിക്കുന്നത്. അപ്പൊ എന്താ? ഷീ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഓൾവേസ് എന്നാ. സ്ത്രീയെ സദാ സംരക്ഷിക്കണം എന്നാണ് മനു പറഞ്ഞത്. അത് മനസ്സിലാക്കാണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ന് പറഞ്ഞ് കുറെ ഫെമിനിസ്റ്റുകളും കുറെ അത്യന്താധുനിക ഒത്തരന്മാരും പ്രശ്നമുണ്ടാക്കി. മനുസ്മൃതി കത്തിക്കല്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. അങ്ങനെ ആ കർദമ പ്രജാപതി ദേവഹൂതിയുടെ തപസ് കണ്ട് പറഞ്ഞു, തുഷ്ടോഹം, എനിക്ക് സന്തോഷായി, ശുശ്രൂഷയാ പരമയാ പരയാ ച ഭക്തിയ, പാതിവ്രത്യം കൊണ്ടും ഭക്തി കൊണ്ടും ക്ഷമ കൊണ്ടും ദേവി എന്നെ ശുശ്രൂഷിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്താ വരം വേണ്ടേ? എന്താ വരം വേണ്ടേന്ന് ചോദിച്ചപ്പോൾ ലജ്ജാനമ്പർമുഖിയായിട്ട് കാലിൻ്റെ പെരുവിരൽ കൊണ്ട് മണ്ണിൽ ചിത്രം വരച്ച് നാണിച്ച് നിന്ന് ദേവഹൂതി പറഞ്ഞു, ഒരു സുമംഗലിക്ക് തൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ സമ്മാനം എന്താ? ഭൂയാൽ ഗരീയസി ഗുണ പ്രസവസതീനാം, ഒരു സൽസന്താനം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു സുമംഗലിയുടെ ആഗ്രഹം. അപ്പോ അങ്ങ് അത് സാധിപ്പിച്ചു തരണം. അങ്ങ് തപസ്വിയായിരുന്നു, ഞാൻ തപസ്വിനിയായിരുന്നു. നമ്മളിപ്പോൾ തപസ്സില. നമുക്ക് ഗാർഹസ്ഥ്യം അനുഭവിക്കണ്ടേ? പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കണ്ടേ? ഒന്നുകൂടി ബഹുമാനമായി. ഇതാണ് ഉത്തമയായ ഭാര്യയുടെ ലക്ഷണം. വേണ്ട കാര്യം വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ തൻ്റെ പതിയെ ഉദ്ബോധിപ്പിക്കുന്നവളായിരിക്കണം ഉത്തമ ഭാര്യ. നമ്മൾ ആഫീസിൽ പോകുമ്പോഴേ കർച്ചീഫ് എടുത്തോ, മൊബൈൽ എടുത്തോ, കണ്ണട എടുത്തോ ചോദിക്കാറില്ലേ? ഇതെങ്ങാനും മറന്നാൽ വൈകുന്നേരം വന്നിട്ടൊരു ചാട്ടമുണ്ട്, നിനക്കൊന്ന് ഓർമ്മിപ്പിക്കായിരുന്നില്ലേ എന്നെ എന്ന്. എന്നാൽ ഇയാൾക്ക് ഓർത്തുകൂടെ? ഒരാൾ ഓർമ്മിപ്പിക്കാൻ കുത്താൻ ഒരാൾ വേണോ പുറകിൽ? ഇതാണ് ഭാഗവതം കാണിച്ചിട്ടുള്ളത്. വേണ്ട കാര്യം വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പതിയെ ഉദ്ബോധിപ്പിക്കുന്നവളാണ് ഭർതൃശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മോ ഹ്യമായ. ശരിയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ തൻ്റെ യോഗശക്തി കൊണ്ട് ഒരു വിമാനം സൃഷ്ടിച്ചു. പൈലറ്റ് ഇല്ലാത്ത വിമാനം സായിപ്പ് കണ്ടെത്തിയെന്നാണ് നമ്മൾ പറയുക. അല്ല കേട്ടോ, വേദവ്യാസ മഹർഷിയെ കണ്ടെത്തിയത്. എവിടെ വിചാരിച്ചോ അവിടെ എത്തും. ആകാശത്ത് കൂടെ വിമാനമായിട്ട്, വെള്ളത്തിൽ കൂടെ കപ്പലായിട്ട്, ഭൂമിയിലൂടെ രഥമായിട്ട്, പാലസ് ഓൺ വീൽസ് എന്നൊക്കെ പറയുന്നത്. AC ആയിരുന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. സർവകാല സുഖാവഹം. ഏത് കാലത്ത് ഒരേ ക്ലൈമറ്റാണ്. സർവകാല സുഖാവഹം AC ആയിരുന്നു. രത്നങ്ങൾ കൊണ്ട്, സ്വർണം കൊണ്ട്, സ്ഫടികം കൊണ്ട് ഒക്കെ നിർമ്മിച്ചിരുന്ന അത്യന്താധുനിക സൗകര്യത്തിനെ വെല്ലുന്നതായ ഒരു വിമാനം. ഈ വിമാനത്തിലേക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞു. ദേവഹൂതി അപ്പോൾ തൻ്റെ ശരീരത്തിലേക്ക് നോക്കി, ആ വിമാനത്തിലേക്ക് നോക്കി. ഈ വൃത്തികെട്ട വേഷമായിട്ടാണോ ഞാൻ ഇതിനുള്ളിലേക്ക് കയറണേന്ന നോട്ടത്തിൻ്റെ അർത്ഥം. നിമജ്ജസ്മിൻ ഹൃദയ ഭീരു, ഈ സരസ്വതി ആ ബിന്ദു സരസിൽ ഇറങ്ങിയൊന്ന് മുങ്ങിക്കോളൂ എന്ന് പറഞ്ഞു കർദമൻ. ദേവഹൂതി ആ വെള്ളത്തിലിറങ്ങി മുങ്ങേണ്ട താമസം 1000 തോഴിമാർ വന്നു, പെൺകുട്ടികൾ. ഞങ്ങൾ അവിടുത്തെ ദാസിമാരാണ്. ദേവഹൂതിയെ അണിയിച്ചങ്ങോട്ട് ഒരുക്കി.
ആദ്യത്തെ ബ്യൂട്ടി പാർലർ അതുകൊണ്ട് ഭാഗവതത്തിൽ. ദേവഹൂതി ദേവിയെ 10,000 മടങ്ങ് സുന്ദരിയാക്കി. ആ വിശ്വാവസു എന്ന ഗന്ധർവൻ മോഹിച്ച് തലകുത്തി താഴെ വീണതിനേക്കാൾ സുന്ദരി. യോഗശക്തി കൊണ്ട് അതിസുന്ദരനായിട്ട് മാറി. ആ വിമാനത്തിലേക്ക് കയറി രണ്ടുപേരും 14 ലോകങ്ങളിൽ സഞ്ചരിച്ചു. ആദ്യത്തെ മധുവിധു, വൈശ്രംഭകം, സുരസനം, സർവതോഭദ്രം, നന്ദനം തുടങ്ങിയിട്ടുള്ള ദേവോദ്യാനങ്ങളിൽ ക്രീഡിച്ചു. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ്, ആകാശത്തു കൂടെ, ബാഹ്യാകാശത്തു കൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് പ്രേക്ഷയിത്വ ഭുവോ ഗോളം, നമ്മുടെ ആ ഭൂമണ്ഡലത്തിനെ കാണിച്ചു കൊടുത്തു. വ്യക്തമായിട്ട് എഴുതിയിരിക്കണോ ഭാഗവതം. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഭാഗവതത്തിൽ പറഞ്ഞു ഭൂമി ഗോളമാണ് എന്ന്. ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചു നോക്കൂ, ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടെത്തിയത് ആരാ? അവർ പറയും ഒന്നുകിൽ കോപ്പർനിക്കസ് അല്ലെങ്കിൽ ഗലീലിയോ. ഗലീലിയോ കണ്ടെത്തിയത് 1610 500 കൊല്ലം മുമ്പാണ്. ഭാഗവതം എഴുതിയിട്ട് 5000 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് ഇവിടുത്തെ സായിപ്പന്മാരൊന്നുമല്ല, നമ്മുടെ ഇരിങ്ങാലക്കുടക്കാരൻ സംഗ്രാമധീരൻ ആ മാധവൻ എന്ന് പറയുന്ന ആളാണ് ആര്യഭട്ടനേക്കാൾ മുമ്പ് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ച് ബാഹ്യാകാശത്തിൻ്റെ കണക്കുകൾ നമ്മുടെ ഇരിങ്ങാലക്കുട ഗ്രാമക്കാരൻ. ഇതൊന്നും ബാഹ്യലോകത്തിന് പറഞ്ഞാൽ മനസ്സിലാവില്ല, മനസ്സിലാക്കൂല്ല. വ്യാസോച്ഛിഷ്ടം ജഗൽ സർവം, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ സായിപ്പ് പറഞ്ഞാലേ കേമുള്ളൂ, നമ്മൾ പറഞ്ഞാൽ കേമല്ല. അതൊക്കെ സവർണ മേധാവിത്വം അല്ലെങ്കിൽ മതവിപ്ലവം എന്നൊക്കെ പറയും. വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കാൻ ആർക്കും താല്പര്യമില്ല. സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ശാസ്ത്രം മുഴുവൻ. അങ്ങനെ ഭൂമിയെ കാണിച്ചു കൊടുത്തു. ആ മധുവിധു ആഘോഷിച്ച് ഭൂമണ്ഡലത്തിലെത്തിയപ്പോൾ ദേവഹൂതി 9 കന്യകമാരെ പ്രസവിച്ചു. ആ സമയത്ത് കർദമൻ കമണ്ഡലവും യോഗദണ്ഡം എടുത്തു തപസ്സിന് പോവാനായിട്ട് തുടങ്ങി. വിസമ്മത ഭാവത്തിൽ നിന്നു ദേവഹൂതി. ദേവഹൂതിയോട് ചോദിച്ചു, എന്താ ദേവിക്ക് ഒരു വിസമ്മത ഭാവം? മക്കളുണ്ടായാൽ ഞാൻ തപസ്സിന് പോകുമെന്ന് പറഞ്ഞതല്ലേ? ദേവഹൂതി ഒറ്റ ചോദ്യം ചോദിച്ചു, ഭഗവാൻ പറഞ്ഞത് ഓർമ്മയില്ലേ എന്ന്. ഭഗവാൻ എന്താ പറഞ്ഞത്? സഹാഹം സ്വാംശകലയാ തദ്വീര്യേണ മഹാമുനെ, ഞാൻ പുത്രനായിട്ട് ജനിക്കാമെന്ന് ഭഗവാൻ പറഞ്ഞില്ലേ? ഇപ്പോൾ അങ്ങ് തപസ്സിന് പോയാൽ എങ്ങനെ ഭഗവാൻ ജനിക്കും? എന്ന് മാത്രമല്ല, ഈ 9 പെൺകുട്ടികളെ 9 പുരുഷന്മാർക്ക് കല്യാണം കഴിച്ച് കൊടുക്കണം. അവർ 9 ഗൃഹങ്ങളിലേക്ക് പോകും. അങ്ങ് തപസ്സിനും പോവും. വയസ്സുകാലത്ത് എനിക്ക് ആശ്രയമായിട്ട് ഒരു പുത്രനുണ്ടാവണം, ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ദേവഹൂതി പറഞ്ഞപ്പോൾ ഒരിക്കൽ കൂടെ സമ്മതമായി. വേണ്ട കാര്യം വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഭർത്താവിനെ ഉദ്ബോധിപ്പിക്കുന്ന ഉത്തമ പത്നിയുടെ ലക്ഷണം അവിടെ കാണിച്ചു. ഒരിക്കൽ കൂടി കർദമനും ദേവഹൂതിയും ഗാർഹസ്ഥ്യം അനുഭവിച്ചു. അങ്ങനെ അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാകുന്നത് പോലെ കർദമ പ്രജാപതിക്ക് ദേവഹൂതിയിൽ നിന്ന് ഒരു സന്താനമുണ്ടായി. അതാണ് ഭഗവാൻ അവതരിച്ചു. സ്വർണ്ണവർണ്ണം ചെമ്പിച്ച നിറത്തോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് കപിലവാസുദേവൻ എന്ന പേര്. അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാകുന്നത് പോലെ ദേവഹൂതി കർദമന്മാരുടെ പുത്രനായിട്ട് ഭഗവാൻ അവിടെ തിരുവവതാരം ചെയ്തു. ഭഗവാന്റെ കപിലാവതാരം. ബ്രഹ്മാദി ദേവന്മാർ വന്ന് സ്തുതിച്ചു. ബ്രഹ്മാവ് കർദമനോട് പറഞ്ഞു, ഉണ്ണി, നിന്റെ ജന്മം സഫലമായി. ഭഗവാൻ തന്നെ നിന്റെ പുത്രനായിട്ട് ജനിച്ചിരിക്കുന്നു. സാഖ്യയോഗത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് കപിലവാസുദേവൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീരും. കർദമനെ അനുഗ്രഹിച്ച് ഭഗവാനെ സ്തുതിച്ച് ബ്രഹ്മാവ് അവിടുന്ന് യാത്രയായി. പിന്നീട് ആ 9 പെൺകുട്ടികളെ 9 ബ്രഹ്മപുത്രന്മാർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. കലയെ മരീചിക്ക്, അനസൂയയെ അത്രയ്ക്ക്, ശ്രദ്ധയെ അങ്കിരസിന്, ഇങ്ങനെ ഓരോരുത്തർക്കും കല്യാണം കഴിച്ചു കൊടുത്തു. തൻ്റെ ദൗത്യം പൂർത്തിയായി എന്ന് മനസ്സിലായ കർദമ പ്രജാപതി ഏകാന്തതയിലിരിക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. ഒരു ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ആത്മാരാമനായ ഭഗവാൻ സ്വയം ധ്യാനിച്ചുകൊണ്ടിരിക്കുക, ആരോടും ഒന്നും സംസാരിക്കാതെ.
ആ ആത്മാരാമനായ ഭഗവാന്റെ മുമ്പിലേക്ക് ചെന്നു കർദമൻ. സാക്ഷാൽ ഭഗവാൻ തന്നെയല്ലേ പുത്രനാടി ജനിച്ചത്. പ്രദക്ഷിണം വെച്ചു, നമസ്കരിച്ചു. ഭഗവാനെ, അടിയന്റെ ജന്മം സഫലമായി, അടിയന്റെ ദൗത്യം പൂർത്തിയായി. അങ്ങ് തന്നെ അടിയന്റെ പുത്രനാടി ജനിച്ചപ്പോൾ ഇതിലും വലിയ ഭാഗ്യം അടിയനില്ല. ഇനി ഈ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വിരമിച്ച് വനത്തിൽ പോയി തപസ് ചെയ്യാൻ അടിയനെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ. വനത്തിൽ ചെന്നാലാണ് അങ്ങേക്ക് എന്നെ ഭജിക്കാൻ ശ്രദ്ധയുണ്ടാവുക എങ്കിൽ പൊക്കോളൂ. ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. കർദമ പ്രജാപതി വനത്തിലേക്ക് പോയി തപസ്സനുഷ്ഠിച്ച് ഭഗവാനിലെത്തി. ഇപ്പോൾ ആശ്രമത്തിൽ ആരുണ്ട്? രണ്ട് പേര്. അമ്മയായ ദേവഹൂതിയും പുത്രനായ ഭഗവാൻ കപിലവാസുദേവനും. ഇപ്പോൾ ആണ് ദേവഹൂതിക്ക് വല്ലാത്ത വിഷമം തോന്നിയത്. എന്താ, ഒന്നും ചെയ്യാനില്ല. ഒരു പത്നിയായിരുന്നപ്പോൾ പതിർഹി ദേവതാനാര്യ എന്ന മട്ടിലെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ എപ്പോഴും ബിസിയാണ്. നിത്യം പരിചരൽ പ്രീത്യ. പുത്രിമാരുണ്ടായപ്പോഴോ 9 പുത്രിമാരെ പ്രസവിച്ച് വളർത്തി വലുതാക്കി 9 പുരുഷന്മാരുടെ അടുത്ത് ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് 24 മണിക്കൂർ പോരാ ഒരു ദിവസത്തിന് തോന്നി. എപ്പോഴും എൻഗേജ്ഡാണ്. ഒരു പത്നിയായിരുന്നപ്പോഴും അമ്മയായിരുന്നപ്പോഴും എപ്പോഴും തിരക്ക്, ഒന്നും ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. അങ്ങനെയായിരുന്നു. ഇപ്പോഴോ ഒന്നും ചെയ്യാനില്ല. ആശ്രമത്തിൽ അമ്മയുണ്ട്, മകനുണ്ട്. മകനാണെങ്കിലോ ആത്മാരാമനായിട്ടൊരു അശ്വത്ഥ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കണു. അപ്പോഴാണ് ദേവഹൂതിക്ക് അസഹനീയമായ ദുഃഖം വന്നത്. ഇന്ദ്രിയങ്ങൾ സമ്മതിക്കണില്ല. ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്നത് മുഴുവൻ ദുഃഖം. സാക്ഷാൽ ഭഗവാൻ തന്നെയല്ലേ പുത്രനായിട്ട് ജനിച്ചത് എന്ന് മനസ്സിലാക്കി ദേവഹൂതി അടുത്ത് ചെന്നു, പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. എന്നിട്ട് നമ്മളാകുന്ന ദേവഹൂതിമാർക്ക് വേണ്ടി ആ ദേവഹൂതി ഭഗവാനോട് ചോദിച്ചു, നിർവിണ്ണ നിതരം ഭൂമൻ അസതിന്ദ്രിയദർശനാൽ യേന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമപ്രഭോ. ഭഗവാനെ, ഈ ഇന്ദ്രിയങ്ങളുടെ അസത്തുക്കളായിരിക്കുന്ന പ്രവൃത്തി കൊണ്ട്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് അസഹ്യമായ ദുഃഖമുണ്ടാകുന്നു. ഈ ദുഃഖത്തിനെ എങ്ങനെ ഇല്ലാണ്ടാക്കാം? എങ്ങനെ സുഖം നേടാം? ദേവഹൂതി ഭഗവാനോട് ചോദിച്ച ചോദ്യമല്ലേ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണേ. എങ്ങനെ ദുഃഖമില്ലാണ്ടാക്കാം, എങ്ങനെ സുഖം കിട്ടാം? നമ്മളാകുന്ന ദേവഹൂതിമാർക്ക് വേണ്ടിയിട്ട് ആ ദേവഹൂതി ചോദിച്ചു. ആരാ ദേവഹൂതി? ദേവനെ ആഹ്വാനം ചെയ്യുന്നവൾ, ഈശ്വരനെ വിളിക്കുന്ന ജീവാത്മാവിൻ്റെ പേരാണ്. എൻ്റെ ഗുരുവായൂരപ്പ എന്ന് നെഞ്ചത്ത് കൈവച്ച് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഈശ്വരനെ വിളിക്കുന്ന ജീവാത്മാവിൻ്റെ പേരാണ് ദേവഹൂതി. ആ ദേവഹൂതി ചോദിച്ചു നമുക്ക് വേണ്ടിയിട്ട്. ഇനി 8 അധ്യായങ്ങളിലായിട്ട് ഭഗവാൻ അമ്മയ്ക്ക് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. ഭക്തിയോഗം, സാഖ്യയോഗം, ധ്യാനയോഗം, കർമ്മയോഗം തുടങ്ങിയ യോഗങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം. സുഖം എങ്ങനെ കിട്ടും? ദുഃഖം എങ്ങനെ ഇല്ലാതാവും? 8 അധ്യായങ്ങളിലായിട്ട് സുപ്രസിദ്ധമായ കപിലോപദേശം പറയുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ കഥ പറഞ്ഞത്. പിന്നീട് 7ാമത്തെ മന്വന്തരം, ഇപ്പോൾ നടക്കുന്ന മന്വന്തരം, വൈവസ്വത മന്വന്തരത്തിൽ ഭഗവാൻ മഹാബലിയോട് 3 അടി മണ്ണ് എന്ന വ്യാജേന ത്രിലോകങ്ങളെ സ്വീകരിച്ചു പരീക്ഷിത്തെ എന്ന് പറഞ്ഞപ്പോഴാണ് പരീക്ഷിത്ത് ചോദിച്ചത് ശ്രീശുക ബ്രഹ്മർഷിയോട്, ഗുരുനാഥ, അങ്ങല്ലേ പറഞ്ഞത് പാലാഴി മദനത്തിന് ശേഷമുള്ള ദേവാസുര യുദ്ധത്തിൽ മഹാബലി കൊല്ലപ്പെട്ടു എന്ന്. മരിച്ച ഒരാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഈ ത്രിലോകങ്ങളെ സ്വീകരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ കഥ പറയുന്നു. അസുര ഗുരുവായ ശുക്രമഹർഷിക്ക് മാത്രം അറിയാവുന്ന ഒരു മന്ത്രമുണ്ട്, മൃതസഞ്ജീവനി, മരിച്ച ആളെ ജീവിപ്പിക്കൽ. അങ്ങനെ മഹാബലിയെ പുനർജീവിപ്പിച്ചു. തനിക്ക് പുനർജന്മം നൽകിയ ആ ഗുരുനാഥന് സർവസ്വവും ദാനം ചെയ്തു. ഗുരോരനുഗ്രഹേണേവ പുമാൻ പൂർണ്ണപ്രശാന്തയെ എന്ന് ഭാഗവതം വീണ്ടും പറയുന്നു. ഒരു ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടെങ്കിലും അതെല്ലാം കിട്ടിയത്.
ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം ഗുരുദാസനായിട്ട് മാറി, സർവസ്വവും സമർപ്പിച്ചു. എന്നിട്ട് ഗുരുദാസനായിട്ട് മാറി. ഇന്ന് കാണുന്നത് ഗുരുത്വമുള്ളവൻ്റെ ലക്ഷണം. ഇന്നലെ നമ്മൾ ഇന്ദ്രൻ്റെ കഥ വൃത്രാസുരനിൽ കണ്ടത് കുരുത്തം കെട്ടവൻ്റെ ലക്ഷണം. ഇവിടെ ഗുരുത്വമുള്ളവൻ്റെ ലക്ഷണം പറയുന്നു. അങ്ങനെ ഗുരുദാസനായിട്ട് മാറി തൻ്റെ ശിഷ്യനെ വിശ്വവിജയിയാക്കാനായിട്ട് വിശ്വജിത്ത് എന്നൊരു യാഗം കഴിപ്പിച്ചു ശുക്രൻ. അതിൽ നിന്ന് അസ്ത്രങ്ങളേൽക്കാത്ത പടച്ചട്ട, അമ്പൊടുങ്ങാത്ത ആവനാഴി, ദിവ്യമായിട്ടുള്ള രഥം, സകല ആയുധങ്ങളും പൊങ്ങി വന്നു. മുത്തച്ഛനായ പ്രഹ്ലാദൻ ഒരിക്കലും വാടാത്തൊരു മാല കൊടുത്തു. ശത്രുക്കളെ പേടിപ്പിക്കാൻ ഒരു ശംഖ് കൊടുത്തു ഗുരുവായ ശുക്രാചാര്യന്. ഇങ്ങനെ രണ്ട് കൈകളും ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു വിജയീ ഭവ എന്ന് ശുക്രമഹർഷിയും മറ്റ് ബ്രാഹ്മണരും. ഇങ്ങനെ ഗുരുക്കന്മാരുടെയും ബ്രാഹ്മണരുടെയും അനുഗ്രഹത്തോടെ അതിശക്തനായിട്ട് പൂർവാധികൻ തേജസ്വിയായിട്ട് മഹാബലി ദേവലോകത്തേക്ക് ചെന്നു. ഭീകരമായ പൊടിപടലം ഉയർത്തിക്കൊണ്ട് ഒരു സൈന്യം വരണ കണ്ടപ്പോൾ ബൃഹസ്പതിയോട് ദേവേന്ദ്രൻ ചോദിച്ചു, ഗുരുനാഥ ഇതെന്താ ഈ കാണണേ? ബൃഹസ്പതി പറഞ്ഞു, ഇതാണ് ഗുരുത്വമുള്ളവരുടെ ലക്ഷണം. ഇന്നലെ നമ്മൾ കണ്ടത് കുരുത്തക്കേടാ, ഇതാ ഗുരുത്വമുള്ളവരുടെ ലക്ഷണം. ഇപ്പൊ ഗുരുവിൻ്റെയും ബ്രാഹ്മണരുടെയും അനുഗ്രഹം കൊണ്ട് വരുന്ന മഹാബലിയെ തോൽപ്പിക്കാൻ അങ്ങ് ശക്തനല്ല. ഇപ്പൊ എതിരിട്ടാൽ പൊട്ടി പോലും ഉണ്ടാവില്ല, ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടു. ദേവന്മാർ പലായനം ചെയ്തു. മഹാബലിക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. ഈസി വാക്ക് ഓവർ. ത്രൈലോക്യം മുഴുവൻ ജയിച്ചു. സ്വർലോകം മാത്രമല്ല, 14 ലോകങ്ങളും ജയിച്ച് ഏകഛത്രാധിപതിയായി തീർന്നു. തൻ്റെ മുത്തച്ഛനായ പ്രഹ്ലാദൻ്റെ അച്ഛൻ ഹിരണ്യകശിപു 14 ലോകത്തിൻ്റെ ചക്രവർത്തി ആയതുപോലെ മഹാബലിയും ചക്രവർത്തിയായി തീർന്നു. അങ്ങനെ 14 ലോകത്തിൻ്റെയും ചക്രവർത്തിയായി തീർന്ന ആ മഹാബലി ദേവന്മാർക്കാണെങ്കിലോ ഹവിർഭാഗം കിട്ടാതെ 14 ലോകത്തിൽ ഗതി കിട്ടാ പ്രേതങ്ങളെ പോലെ അലയണു. മന്ദരപർവ്വതത്തിൻ്റെയും മേരുപർവ്വതത്തിൻ്റെയൊക്കെ ഗുഹയിൽ അസുരന്മാരെ പേടിച്ച് താമസിക്കുക. ആർക്കായാലും ആവശ്യത്തിലധികം ഐശ്വര്യം വന്നാൽ, ബലം വന്നാൽ, അധികാരം വന്നാൽ അവർക്ക് അഹങ്കാരം വരും. ഇത് ലോക സ്വഭാവമാണ്. അത് അസുരനാണെങ്കിലും ദേവനാണെങ്കിലും മനുഷ്യനാണെങ്കിലും ആരാണെങ്കിലും ആവശ്യത്തിലധികം ഐശ്വര്യം, സമ്പത്ത്, യശസ്, ശക്തി, അധികാരം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അഹംഭാവം ഉണ്ടാവും. അതാണ് കാണിക്കുന്നത്. മഹാബലിക്കും അത് തന്നെയാണ് സംഭവിച്ചത്. 14 ലോകങ്ങളും കീഴടക്കിയപ്പോൾ താനാണ് ഈ 14 ലോകത്തിൻ്റെ ചക്രവർത്തി, എല്ലാത്തിൻ്റെയും സ്വാമി ഞാനാണ് എന്ന് തെറ്റിദ്ധരിച്ചു. ഇതെല്ലാം ഈശ്വര നിർമ്മിതമാണ്. ഈശാവാസ്യമിതം സർവം എന്ന് ഈശാവാസ്യം പറഞ്ഞ പോലെ ഇതൊക്കെ ഈശ്വരമയമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. എൻ്റെ ബാഹുബലം കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട് ഞാൻ പിടിച്ചടക്കിയത് എന്നുള്ള തെറ്റിദ്ധാരണ വന്നു, അഹന്ത വന്നു. ആർക്ക് അഹങ്കാരം വന്നാലും ഭഗവാൻ അത് ഇല്ലാണ്ടാക്കും. ഭഗവാന് കേൾക്കാൻ വയ്യാത്ത ഒരൊറ്റ വാക്കേ ഉള്ളൂ, അഹം. ഭഗവാന്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത ഒരൊറ്റ വാക്ക് അഹം. എവിടെ അഹംബോധം വന്നോ ഭഗവാൻ അത് ഇല്ലാണ്ടാക്കും. അപ്പോൾ തൻ്റെ ഭക്തശിരോമണിയായ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടി അഹങ്കാരം കൊണ്ട്, ഐശ്വര്യമതം കൊണ്ട് നശിക്കരുത് എന്ന് വിചാരിച്ച ഭക്തവത്സലനായ ഭഗവാൻ തുളസിക്കതിര് നുള്ളിക്കളയുന്നത് പോലെ അഹങ്കാരത്തിൻ്റെ കതിര് നുള്ളിക്കളഞ്ഞതാണ്. നമ്മുടെ ഗൃഹത്തിലൊക്കെ തുളസി ഉണ്ടാവും. ആ തുളസി കതിരിട്ട് കഴിഞ്ഞാൽ കതിര് നുള്ളിക്കളയണം, ഇല്ലെങ്കിൽ തുളസി മുരടിച്ചു പോകും. തുളസിയുടെ കതിര് നുള്ളിക്കളയും തോറും തുളസി തഴച്ചു വളരുന്നത് പോലെ മഹാബലിയുടെ അഹങ്കാരമാകുന്ന കതിര് നുള്ളിക്കളഞ്ഞ് അനുഗ്രഹിക്കാനുള്ള ലീലയാണ് ഭഗവാന്റെ ആ വാമന അവതാരം. വിചിത്ര രൂപസ്തവ ഖല്ലു അനുഗ്രഹ. ഭഗവാന്റെ അനുഗ്രഹം വിചിത്രമായ രീതിയിലാണ്. ലോകർക്കത് മനസ്സിലാവില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദുഷ്ടനായിട്ടുള്ള വാമനം വന്ന് നമ്മുടെ മാവേലി തമ്പുരാനെ പാതാളത്തിൽ ചവിട്ടി താഴ്ത്തി, പാതാളത്തിൽ ചവിട്ടി താഴ്ത്തി, പാതാളത്തിൽ ചവിട്ടി താഴ്ത്തിയുള്ള വിഡ്ഢിത്ത കഥ മലയാളികളിൽ പലരും വിശ്വസിച്ചുകൊണ്ടിരിക്കുക. ഏത് ശാസ്ത്രത്തിലാണ് ഇത് പറഞ്ഞേക്കണേ അത് മാത്രം ചോദിക്കരുത്, ഇങ്ങനെയാണ് ഞങ്ങൾ കേട്ടേക്കണേ.
പരമ്പരാഗതമായിട്ട് തലമുറ കൈമാറി ഈ മുദ്രാവാക്യം കൊണ്ട് നടക്കുക, പാതാളത്തിൽ ചവിട്ടി താഴ്ത്തിയിരുന്നു. ഏത് ശാസ്ത്രത്തിൽ പറഞ്ഞേക്കണോ? നോബഡി നോസ്. അത് മാത്രം ചോദിക്കരുത്, ഇങ്ങനെയാ കേട്ടേക്കണേ. ഇതാണ് നമ്മുടെ കുഴപ്പം. അഞ്ജനം എന്നത് ഞാനറിയും, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. ലോകത്തിലെ സകല അറിവിൻ്റെയും ഭണ്ഡാരം, ഉറവിടം എന്ന് പറയുന്നത് വേദങ്ങളാണ്. വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവ് എന്നർത്ഥം. ആ വേദസാരമാണ് ഭാഗവതം. വേദസാരമായിരിക്കുന്ന ഭാഗവതത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, മഹാബലിയെ ചവിട്ടി താഴ്ത്തുകയല്ല അനുഗ്രഹിക്കുകയുണ്ടായെന്ന്. എന്നിട്ട് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായിട്ട് ഓണം ആഘോഷിക്കുമ്പോൾ ശമ്പളവും കിമ്പളവും ബോണസും അഡ്വാൻസും സകല കാശും കൊണ്ടുള്ള ടെക്സ്റ്റൈലിലും വാരുണി ദേവിയുടെ അമ്പലത്തിലും കൊണ്ട് പൊടിക്കുന്ന മലയാളിക്ക് മനസ്സിലായില്ല എന്താ ഭഗവാന്റെ മാഹാത്മ്യം, എന്താണ് ഭഗവാന്റെ ഭക്തവാത്സല്യം. ആ മഹാബലിയുടെ പേര് പോലും അറിഞ്ഞൂടാ. മഹാബലിയുടെ പേരറിയാത്ത മലയാളിയാണ് ഓണം ആഘോഷിക്കണേ. ഇന്ദ്രസേനൻ എന്ന പേര് എത്ര മലയാളികൾക്ക് അറിയാൻ പറ്റും? മാവേലി എന്ന് ധരിച്ചേക്കണേ. അങ്ങനെ തൻ്റെ ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദന് താൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ത്രിസപ്തഭി പിതാഭൂത പിതൃഭി സഹതേനഖ, 21 തലമുറ താൻ ശുദ്ധീകരിച്ചേക്കാമെന്ന്. ആ ഭഗവാന്റെ ശുദ്ധി കലശമാണ് ഈ കണ്ടത്. നമ്മുടെ കൊച്ചു കുട്ടിയുടെ 1 വയസ്സോ 2 വയസ്സോ 3 വയസ്സോ പ്രായമുള്ള കൊച്ചു കുട്ടിയുടെ കയ്യിൽ കൂർത്ത് നല്ല മൂർച്ചയുള്ള ഒരു കത്തി കണ്ടാൽ അതുകൊണ്ട് അവൻ കളിച്ചോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുമോ? അത് പിടിച്ച് മേടിച്ച് വെക്കില്ലേ? ഇതേപോലെ ഈ ത്രൈലോക്യത്തിൻ്റെ ആധിപത്യം ഇന്ദ്രസേന മഹാബലിയുടെ കയ്യിലിരുന്നാൽ അവന് അഹങ്കാരം കൊണ്ട് അവൻ നശിക്കും എന്ന് മനസ്സിലാക്കിയ ഭക്തവത്സലനായ ഭഗവാൻ ആ ത്രിലോകങ്ങളെ ഇവിടെ തിരിച്ചു മേടിച്ചതാണ്. അതാണ് സത്യം. അത് മനസ്സിലാക്കാതെ കഥയുടെ രൂപത്തിൽ പറഞ്ഞപ്പോൾ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന മഹാബലിയുടെ ശിരസിൽ ഭഗവാൻ കാലു വച്ചു എന്ന് ഭാഗവതം പറയുന്നില്ല. 3ാമത്തെ അടി എൻ്റെ ശിരസിൽ വച്ചോളൂ എന്നേ പറയുള്ളൂ, ഭഗവാൻ വച്ചു എന്ന് പറയണില്ല. പിന്നെ എന്താണ് ഈ 3 അടി? ഇതും അറിഞ്ഞുകൂടാ മലയാളിക്ക്. ഇതൊക്കെ അറിയണമെങ്കിൽ ഭാഗവത സപ്താഹ വേദിയിൽ വന്നിരിക്കണം, അല്ലെങ്കിൽ ഇത് അറിയാൻ പറ്റില്ല. ഇങ്ങനെ ഞങ്ങൾ കേട്ടേക്കണേ. കരിങ്കല്ലിൽ കൊത്തിയതുപോലെ മലയാളിയുടെ മനസ്സിൽ ഇത് പതിഞ്ഞിരിക്കണോ? പാതാളത്തിൽ ചവിട്ടി താഴ്ത്തിയെന്ന് ഏത് ശാസ്ത്രത്തിലാണ്, ഏത് പുരാണത്തിലാണ് പറഞ്ഞ്? അത് മാത്രം ചോദിക്കരുത്. ഇങ്ങനെ ആ ഭക്തനെ അനുഗ്രഹിക്കാൻ ഭഗവാന്റെ ലീലയാണ് വാമനാവതാരം. തൻ്റെ മക്കളായിരിക്കുന്ന ദേവന്മാർ ഗതികിട്ടാപ്രേതങ്ങളെ പോലെ മേരുപർവ്വതത്തിൻ്റെയും മന്ദരപർവ്വതത്തിൻ്റെയൊക്കെ ഗുഹകളിൽ താമസിക്കുമ്പോൾ അതിഥി ദേവി കശ്യപ പ്രജാപതിയെ സമീപിച്ച് ഒരു ഉപായം പറയണം എന്ന് പറഞ്ഞു. ഭഗവാനെ ധ്യാനിച്ചോളൂ, 12 ദിവസം നീണ്ടു നിൽക്കുന്ന പയോവ്രതം അനുഷ്ഠിക്കൂ, ശ്രേഷ്ഠനായൊരു പുത്രനുണ്ടാവും നിന്റെ സങ്കടം തീർക്കാൻ. അങ്ങനെ പയോവ്രതം അനുഷ്ഠിച്ചു. കശ്യപ പ്രജാപതിയിൽ നിന്ന് അതിഥി ഗർഭം ധരിച്ചു ഭഗവാനെ. അങ്ങനെ അഷ്ടമസ്കന്ധത്തിൻ്റെ 18ാമത്തെ അധ്യായത്തിൽ ശ്രവണായാം ശ്രവണദ്വാദശ്യാം, ചിങ്ങമാസത്തിൽ തിരുവോണം പ്രഥമപാദത്തിൽ ശുക്ലപക്ഷ ദ്വാദശിയിൽ വിജയ എന്ന മുഹൂർത്തത്തിൽ അതിഥി കശ്യപന്മാരുടെ പുത്രനായിട്ട് ഭഗവാൻ തിരുവവതാരം ചെയ്തു. അതാണ് വാമനാവതാരം. ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് മാവേലി നാട് കാണാൻ വരിക എന്നാണ് കേരളീയർ ധരിച്ചു വെച്ചേക്കുന്നത്. മാവേലി നാട് കാണാൻ വരിക എവിടെ നിന്ന്? പാതാളത്തിൽ നിന്ന്. എങ്ങനെ പാതാളത്തിൽ പോയേ? വാമൻ ചവിട്ടി താഴ്ത്തി. ഏത് ഗ്രന്ഥത്തിലാണ് അത് പറഞ്ഞെങ്ങനെ? അത് മാത്രം അറിഞ്ഞുകൂടാ. ചിങ്ങമാസമായാൽ കൊടന്ത വയറ് കപ്പട വീശിയായിട്ട് ഒരു കൊടയും കൈ പിടിച്ച് നാഷണൽ ഹൈവേ കൂടിയും മീൻചന്തയിൽ കൂടിയും ബസ് സ്റ്റാൻഡിൽ കൂടിയും എയർപോർട്ടിൽ കൂടെയും ഒരു സാധനത്തിലേക്ക് നടത്തണം. തൃശ്ശൂർ പുലികളിക്ക് ആൾക്കാരെ പ്ലക്ക എന്നുള്ള കുടവയറുമായിട്ട് 14 ലോകത്തിനെ ഭരിച്ചിരുന്ന മഹാത്മാവായുള്ള മഹാബലി ചക്രവർത്തിയെ ഇങ്ങനെ തേജോവധം ചെയ്യണ കാണുമ്പോൾ സങ്കടം വരും. അവർ ക്ഷത്രിയരാണ്, 365 ദിവസം യുദ്ധം ചെയ്യുന്ന ക്ഷത്രിയന്മാരാണ്. ഉറച്ച ശരീരം അവരുടെ. ഇന്നത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ 6 പാക്ക് ബോഡി. ഈ കൊടന്ത വയറൊന്നുമല്ല. ആരാ മഹാബലിക്ക് ഇങ്ങനെ കൊടന്ത വയറും കപ്പട മീശയാന്ന് ചിത്രീകരിച്ച്? ഏതോ ഒരു ചിത്രകാരൻ്റെ ദൃഷ്ടിയിൽ വന്നു, അപ്പം അത് ഫേമസ് ആയി. കഷ്ടം തോന്നും മഹാബലിയെ ഇങ്ങനെ തേജോവധം ചെയ്യണ കണ്ടാൽ. ശ്രോണായാം ശ്രവണദ്വാദശ്യാം, കൃത്യമായിട്ട് പറഞ്ഞ ശ്രോണ എന്ന സംസ്കൃത വാക്കിന് മലയാളത്തിൽ ഓണം എന്ന അർത്ഥം. ചിങ്ങമാസത്തിൽ തിരുവോണത്തിൽ പ്രഥമ പാദത്തിൽ
വിജയ എന്ന മുഹൂർത്തത്തിൽ ശുക്ലപക്ഷ ദ്വാദശിയിൽ ഭഗവാൻ അവതരിച്ചു. ചിങ്ങമാസത്തിൽ തിരുവോണം വാമന ജയന്തിയാണ്. അതിഥി കശ്യപന്മാരുടെ പുത്രനായിട്ട് ഭഗവാൻ തിരുവവതാരം ചെയ്തതാണ്. കൊച്ചുകുട്ടികളുടെ ഭാഷ പറഞ്ഞ വാമനന്റെ ഹാപ്പി ബർത്ത്ഡേ, അല്ലാണ്ട് മാവേലി നാട് കാണാൻ വരുമൊന്നുമില്ല. തിരുവോണത്തിൻ്റെ ദിവസം മുറ്റത്ത് ചാണകമൊക്കെ മെഴുകി അരിമാവ് കൊണ്ട് കോലം വരച്ച് പിരമിഡിൻ്റെ ആകൃതിയിൽ 3-4 സാധനങ്ങൾ വയ്ക്കും. തുമ്പക്കടം കൊണ്ട് അലങ്കരിച്ച് കുരുത്തോലയൊക്കെ ഇട്ട്. എന്താ ഈ സാധനം? ഇത് തൃക്കാക്കരപ്പൻ. വയ്ക്കണത് തൃക്കാക്കരപ്പൻ, വരണത് മാവേലി. എങ്ങനെ ഇത് രണ്ടും കൂടി? തൃക്കാക്കരപ്പൻ എന്ന് പറഞ്ഞാൽ വാമനമൂർത്തിയാണ്. എറണാകുളം സിവിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന കാക്കനാട് എന്ന സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്ത് പലരും പോയിട്ടുണ്ടാവും. അവിടെയാണ് തൃക്കാക്കര. തിരുക്കാൽക്കര, ഭഗവാൻ പാദം വെച്ച സ്ഥലം തൃക്കാക്കര. അവിടെ ചിങ്ങമാസം തിരുവോണത്തിന് ആറാട്ട് വാമനമൂർത്തിയാണ്. ഈ തൃക്കാക്കര എങ്ങനെയാ മാവേലിയായി? ഇതാണ് പ്രശ്നം. ഇതാ പറഞ്ഞത് അഞ്ജനം എന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കുന്നു. അതിഥി കശ്യപന്മാരുടെ പുത്രനായിട്ട് ശംഖചക്ര ഗതാപത്മങ്ങളോടുകൂടി ഭഗവാൻ അവതരിച്ചു. ബഭൂവതേനൈവ സ വാമനോ വടു. ഉപനയനം കഴിഞ്ഞ ഒരു ബ്രഹ്മചാരിയായിട്ട് ഭഗവാൻ മാറി. സിദ്ധഗന്ധർവന്മാരൊക്കെ സ്തുതിച്ചു, പുഷ്പവൃഷ്ടി ചെയ്തു. സാക്ഷാൽ സൂര്യൻ തന്നെ ഗായത്രി ഉപദേശിച്ചു. ബൃഹസ്പതിയാണ് പൂണുതൽ കൊടുത്തത്, മേഖല കൊടുത്തത് കശ്യപനാണ്, കൃഷ്ണാചലം കൊടുത്തത് ഭൂമിയാണ്, ദണ്ഡ് കൊടുത്തത് സോമനാണ്, കൗവീന ഉടുപ്പിച്ചത് അമ്മയാണ്, ഓലക്കുട കൊടുത്തത് ആകാശമാണ്, കമണ്ടൽ കൊടുത്തത് ബ്രഹ്മാവാണ്, ഭിക്ഷാപാത്രം കൊടുത്തത് കുബേരനാണ്, ആദ്യം ഭിക്ഷ കൊടുത്തത് പാർവതീദേവിയാണ്. ഇങ്ങനെ ഒരു ബ്രഹ്മചാരിക്ക് വേണ്ടതായിരിക്കുന്ന സകല ലക്ഷണങ്ങളും ഉപനയനം കഴിഞ്ഞവർക്കറിയാം. ഉപനയനം കഴിഞ്ഞ സമയത്ത് ഇതൊക്കെ വേണം. ജഡ, ദണ്ഡ്, കമണ്ടലു, കുശപ്പുല്ല്, അതുപോലെ കൃഷ്ണാജിനം, ബ്രഹ്മസൂത്രം, ഓലക്കുട, ഇതൊക്കെ ഉണ്ട്. ഉപനയനം കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഉപനയന സമയത്ത് ഇതൊക്കെ വേണം. കൊടയും വടിയൊക്കെ ആയിട്ട് പോകണം. ഈ ഓലക്കുട എന്ന് പറയുന്ന ആരുടെയാണ്? ബ്രഹ്മചാരിയുടെ ലക്ഷണം. 14 ലോകങ്ങളും ഭരിച്ച ചക്രവർത്തിക്ക് എന്തിനാ ഓലക്കുട? വെൺകൊറ്റക്കുടയല്ലേ വേണ്ടേ? അല്ലെങ്കിൽ സ്വർണ്ണക്കുടയല്ലേ വേണ്ടേ? എന്താ മണ്ടനായ മലയാളി എന്ന് ചിന്തിക്കാണ്ടിരുന്നേ? എന്തുകൊണ്ട് ഓലക്കുട വന്നു? ഓലക്കുട എന്ന് പറയുന്നത് ബ്രഹ്മചാരിയുടെ ലക്ഷണമാണ്, അല്ലാണ്ട് ചക്രവർത്തിയുടെ ലക്ഷണമല്ല. ഇനി ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ചക്രവർത്തി തന്നെ താൻ കുട പിടിക്കുമോ? ചക്രവർത്തി വേണ്ട. ഇപ്പോഴത്തെ VVIPs ആയിരിക്കുന്ന ആൾക്കാർ തന്നെത്താൻ കുട പിടിച്ച് നടക്കണ കണ്ടിട്ടുണ്ടോ? നേതാവ് പോകുമ്പോൾ അണികളാ കുട പിടിക്കുക. ഇനിയും സംശയം ഉണ്ടെങ്കിൽ പറയാം. ബാഹുബലി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടല്ലോ. ആ ബാഹുബലി എന്ന് പറഞ്ഞ സിനിമയിൽ പുറത്ത് ബന്ധനസ്ഥയായിട്ട് കിടക്കുന്ന ആ സ്ത്രീയെ കാണാനായിട്ട് ചക്രവർത്തി ഇറങ്ങി വരുമ്പോൾ കുട പിടിക്കുന്നത് അനുചരന്മാരാണ്. ഒരു രാജാവ് തന്നെത്താനെ കുട പിടിക്കുകയൊന്നുമില്ല. 14 ലോകവും ഭരിക്കുന്ന ചക്രവർത്തി കുട പിടിച്ചു കൊടുക്കുന്നത് അനുചരന്മാരാ. അത് വെൺകൊറ്റക്കുട അല്ലെങ്കിൽ സ്വർണ്ണക്കുടയാണ് വേണ്ടത്. ഓലക്കുട ബ്രഹ്മചാരിയുടെ ലക്ഷണമാണ്. ഉപനയനം കഴിച്ചിട്ടുള്ള സജ്ജനങ്ങൾക്ക് അറിയാം ഈ കുടയും വടിയൊക്കെ. അപ്പോൾ ഒരു ബ്രഹ്മചാരിയുടെ ലക്ഷണമാണത്. ജഡ, കമണ്ടലു, മേഖല, ബ്രഹ്മസൂത്രം, അതുപോലെ കുട, വടി എന്നുള്ളതെല്ലാം. ഇങ്ങനെ ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ബഭൂവതേനൈവ സ വാമനോ വടു. വാമനനായിട്ട് വന്ന് മഹാബലി അശ്വമേധയാഗം നടത്തുന്ന യാഗശാലയിലേക്ക് ചെന്നു. ആ യാഗശാല എവിടെയാണെന്നും കൂടെ പറയുന്നുണ്ട്. ആ നർമ്മദാ നദിയുടെ വടക്കേ കരയിലെ ഭൃഗുകച്ഛം എന്ന സ്ഥലത്ത്. ആ ഭൃഗുകച്ഛം എന്ന സ്ഥലത്തിൻ്റെ ഇന്നത്തെ പേര് ബറൂച്ച്. ഗുജറാത്തിലാണ്, പോയി കാണാം. നർമ്മദാ നദിയുടെ തീരത്താണ്. എന്നിട്ട് നമ്മൾ പറയും കേരളത്തിലാണെന്ന്. ഞാനും 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പണ്ട് മഹാബലി എന്നൊരു ചക്രവർത്തി കേരളം ഭരിച്ചിരുന്നു. അന്ന് കേരളം തന്നെ ഇല്ല. എന്നാ കേരള സ്റ്റേറ്റ് ഫോം ചെയ്ത്? എന്നിട്ടും പറയും ഈ മണ്ടത്തരങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് അത് പച്ചവെള്ളം കടിച്ചിറക്കുന്ന പോലെ ഇറക്കുക. ഒരു മലയാളി ഇത് പറയാനില്ല. ഇത് പറയുന്നത് സപ്താഹവേദിയിലെ ആചാര്യന്മാർ മാത്രമേ പറയുള്ളൂ. അത് വനരോധനമായിട്ട് ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കും. ഈ കഥ ഞാൻ എൻ്റെ ഓഫീസിൽ എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു, ചില ആൾക്കാർ പറയാ തമ്പുരാൻ ഇത് പുറത്ത് പറയേണ്ട, തല്ലുകൊള്ളുന്നു. മലയാളിക്ക് അങ്ങനെയായി പോയി. അതാണ് ഈ ചിത്രമാണ് ശരി എന്ന്. ഇനി TV-യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളിലോ ഏതെങ്കിലും വലിയ വലിയ സെലിബ്രിറ്റീസിനെ കൊണ്ട് പറയിപ്പിക്കണം. എന്നാൽ ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരും. എന്തിന് പറഞ്ഞാലും ഒരു പ്രമാണം വേണ്ടേ? കോൺക്രീറ്റ് എവിഡൻസ്, സിമെന്റഡ് പ്രൂഫ് വേണ്ടേ? എന്താ പ്രൂഫ് ഈ കഥയ്ക്ക്?
വേദസാരമായ ഭാഗവതമാണ് പ്രൂഫ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ടും ഇപ്പോൾ പറഞ്ഞ ആൾക്കാർ പറയുന്നതാണ് ശരി. നർമ്മദ നദിയുടെ വടക്കേ കരയിലെ ഭൃഗുകച്ഛം, ഇന്ന് വേറൂച്ച് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അശ്വമേധയാഗം നടത്തിയത്. നമ്മുടെ ധാരണ കാക്കനാടാണ് മഹാബല സാമ്രാജ്യം എന്നാണ്. അവിടെ മാവേലിപുരം കോളനി ഉണ്ട്, സംശയം ചെന്ന് നോക്കിക്കോളൂ. ഇങ്ങനെയൊക്കെ ചിത്രീകരിച്ചാൽ എന്താ ഇതിനൊരു എക്സ്പ്ലനേഷൻ പറയുക? ഒന്നും പറയാനില്ല. അവരെ നമസ്കരിക്കുക, ഒന്നും പറയാനില്ല സുഹൃത്തേ എന്ന് പറയുക. കാരണം കുട കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന തേജസ്സോടെ വാമനമൂർത്തി ചെന്നു അശ്വമേധയാഗ സ്ഥലത്ത്. സാക്ഷാൽ ദേവേന്ദ്രനാണോ, അഗ്നിയാണോ, സനകാദികളാണോ? ആരാ വരുന്നത്? മഹാബലി ഓടി വന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു, കാല് കഴുകിച്ചു, ആ തീർത്ഥം ശിരസിൽ തളിച്ചു. ഭഗവാന്റെ കാല് കഴുകിക്കാൻ ഭാഗ്യം കിട്ടിയ ആള് ബ്രഹ്മാവാണ്. ത്രിവിക്രമ സ്വരൂപത്തിൽ സത്യലോകത്തെത്തിയപ്പോൾ അതിനെ ഗംഗയായിട്ട് ശിരസിൽ ധരിച്ചത് നമ്മുടെ ശൃംഗവൃത്ത ദേവന. ഇവരെ രണ്ടുപേരെക്കാളും മുൻപ് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് മഹാബലിക്ക്, കാല് കഴുകിക്കാനും ശിരസിൽ തളിക്കാനും. ആ മഹാത്മാവിനെയാണ് കൊടന്നവയലിൽ കപടാമീശയായിട്ട് നടത്തുന്നത് റോട്ടിൽ കൂടി. കഷ്ടം തോന്നില്ലേ? ഭാഗവതം എന്താണെന്ന് അറിയാതെ ആഴം തൊട്ട് അങ്ങാടി അറിയണമെന്ന് ചോദിച്ച പോലെയാണ്. ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെ തോന്നിവാസം പറയും. ഭഗവാൻ അവിടെ ചെന്നപ്പോ സ്വീകരിച്ചു. എന്തെന്തോടോ വാഞ്ചസി, അങ്ങക്ക് എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. ആന വേണോ, കുതിര വേണോ, വസ്ത്രം വേണോ, ഭൂമി വേണോ, വിവാഹം കഴിക്കാൻ കന്യക വേണോ, ആഹാരം വേണോ, എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ തരാം. ഇതാണ് ഭഗവാൻ ഇഷ്ടപ്പെടാതിരുന്നത്. ഒരാളോട് എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്തും തരാൻ കഴിവുള്ള ആളാണ് ഞാൻ. ആ അഹംബോധം, ആ ധാർഷ്ട്യം ഭഗവാൻ ഇഷ്ടമല്ലാത്തവർ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ എന്ന ബോധം ഭഗവാൻ സമ്മതിക്കില്ല. ഭാഗവതത്തിലുടനീളം കാണാം. തൻ്റെ ഭാര്യയായാലും വേണ്ടില്ല, ഭക്തനായാലും വേണ്ടില്ല, വാഹനമായാലും ആരായാലും അഹം എന്നുള്ളത് ഭഗവാൻ വച്ചു പൊറുപ്പിക്കില്ല. മഹാബലിയുടെ അഹങ്കാരത്തിനെ നശിപ്പിച്ച് അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു ഭഗവാൻ. എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, എന്ത് തരാൻ ഞാൻ. ഭഗവാൻ വിനീതനായിട്ട് പറഞ്ഞു, ഹേ ഇന്ദ്രസേന, അങ്ങ് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കുലോചിതം, തറവാട്ട് മഹിമ അങ്ങ് കാണിച്ചത്. ധർമ്മയുതം, യശസ്കരം, അങ്ങയുടെ പേരിനെ ലോകത്തിന് അറിയിക്കാൻ വേണ്ട പ്രശസ്തനാവാവുന്ന രീതിയിലാണ് അങ്ങയുടെ സംസാരം. പക്ഷെ ഇതൊന്നും എനിക്ക് വേണ്ട. അങ്ങയുടെ കുടുംബത്തിൽ ആരാ മോശം? അങ്ങയുടെ അച്ഛൻ വിരോചനൻ ബദ്ധശത്രുക്കളായ ദേവന്മാർ വരെ വന്ന ചോദിച്ചപ്പോൾ സ്വന്തം പ്രാണനെ കൊടുത്ത ആളാണ്. ആരെങ്കിലും കൊടുക്കുമോ സ്വർണം, പ്രാണൻ? മുത്തച്ഛനാണെങ്കിലോ ഭക്ത ശിരോമണി നരസിംഹമൂർത്തിയുടെ മടിയിൽ കയറിയിരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആള്. മുതുമുത്തച്ഛനോ ഹിരണ്യകശിപു 14 ലോകത്തിന് കിട്ടിങ്ങനെ വിറപ്പിച്ചിട്ട് ക്വാസോ എന്ന് അലറിക്കൊണ്ട് 14 ലോകവും നടന്നിട്ട് ഗുരുവായൂരപ്പൻ ആ ഹിരണ്യകശിപുവിനെ പേടിച്ചിട്ട് ഹിരണ്യകശിപു നോക്കാത്ത ഒരു സ്ഥലത്ത് പോയി വിളിച്ചു. എവിടെ? ഹിരണ്യകശിപുവിന്റെ ഉള്ളില്. മശപോയഥ, ഉള്ളിലേക്ക് നോക്കില്ല. ആരാ ഹിരണ്യകശിപുക്കൾ? ഇന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളായിരിക്കുന്നവൻ പുറത്തെ കാര്യമേ കാണുള്ളൂ. തന്നിൽ താനായിട്ട് വിളങ്ങുന്ന ഈശ്വരനെ കാണില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അദ്ദേഹത്തിന്റെ സഹോദരനോ ഹിരണ്യാക്ഷൻ, അദ്ദേഹത്തിന്റെ മഹിമ കൊണ്ട് ഭൂമി തന്നെ രസാതലത്തിലേക്ക് പോയി. ഇങ്ങനെ വീരശൂര പരാക്രമികളായിരിക്കുന്ന മഹാന്മാര് ജീവിച്ച വംശത്തിൽ ജനിച്ച അങ്ങ് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷെ അതൊന്നും എനിക്ക് വേണ്ട. എൻ്റെ ഈ പാദം കൊണ്ട് അളക്കാവുന്ന 3 അടി സ്ഥലം. ബാലിശമതി, മണ്ടൻ, താൻ വിഡ്ഢിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചു കുട്ടിയല്ലേ, ബാലനല്ലേ, അപ്പൊ ബുദ്ധി എത്ര ഉണ്ടാവുള്ളൂ? എന്നെ താൻ കളിയാകാൻ വന്നതാണോ? മാം വരോപസമാരാധ്യ ലോകാനാം ഏകമീശ്വരം. 14 ലോകത്തിന്റെയും അധിപതിയായിരിക്കുന്ന ഇന്ദ്രസേന ചക്രവർത്തിയോട് വന്ന് ചോദിച്ചതേ 3 അടി മണ്ണ്. താനെന്നെ കളിയാക്കാൻ വന്നതാണോ? വേറെ എന്തെങ്കിലും ചോദിക്കണോ? എൻ്റെ അടുത്ത് വന്ന് യാചിച്ചവൻ ഭൂയോ എന്ന യാചിത മരിഹസി. എൻ്റെ അടുത്ത് വന്ന് യാചിച്ചവനെ ഇനി വേറൊരുത്തിൻ്റെ അടുത്ത് നിന്ന് യാചിക്കാൻ ഇടവരുത്തരുത്. എൻ്റെ അടുത്ത് ചെന്ന് 3 അടി മണ്ണ് മേടിച്ചിട്ട് താൻ അടുത്ത വീട്ടിൽ പോകും. അടുത്ത വീട്ടുകാരൻ ചോദിക്കും, താനാ ഇന്ദ്രസേന മഹാബലിയുടെ കൊട്ടാരത്തിൽ പോയില്ലേ? ഓ, എന്നിട്ട് അയാളെന്താ തന്നെ 3 അടി മണ്ണ്.
ആ ചീത്തപ്പേര് കേൾപ്പിക്കാനാണോ? എൻ്റെ അടുത്ത് വന്ന് യാചിച്ചവൻ കൈ നിറച്ച് മനസ്സ് നിറച്ചേ പോകാവൂ. എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, എന്ത് ഞാൻ തരും, എന്നെ കളിയാക്കരുത്, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. അവിടെ ഭഗവാൻ പറയുന്ന കുറേ ഉപദേശങ്ങളുണ്ട്, നമുക്ക് പറയാനൊന്നും സമയമില്ല. അവിടെ ഭഗവാൻ പറയാണ്, ഇന്ദ്രിയജയമില്ലാത്തവന് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല രാജാവേ, ഉള്ളത് കൊണ്ട് സന്തോഷിക്കുന്നവനാണ് ഏറ്റവും ഭാഗ്യവാൻ. ത്രിവിക്രമൈരസന്തുഷ്ട, 3 അടി കൊണ്ട് സന്തോഷിക്കാത്തവൻ ഒരു ദ്വീപം കിട്ടിയാൽ സന്തോഷിക്കുമോ? ഇല്ല. 3 അടി കൊണ്ട് സന്തോഷിക്കാത്തവൻ ഒരു ദ്വീപം കിട്ടിയാൽ സന്തോഷിക്കില്ല. അവന് 3 ദ്വീപം കിട്ടണം. 3 ദ്വീപം കൊടുക്കാമെന്ന് വിചാരിച്ചാലോ, അപ്പോൾ ഒരു 7 ദ്വീപങ്ങൾ കിട്ടണം, 7 ദ്വീപുകൾ കിട്ടണം. 7 ദ്വീപുകൾ കൊടുക്കാന്ന് പറഞ്ഞാലോ അവർ ഈ ഭൂമണ്ഡലം മുഴുവൻ കിട്ടണം. ഭൂമണ്ഡലം മുഴുവൻ കൊടുക്കാന്ന് പറഞ്ഞാലോ അവർ ഈ ത്രിലോകങ്ങൾ മുഴുവൻ കിട്ടണം. പണ്ടത്തെ സിനിമാ പാട്ട് പോലെ കടലിലെ ഓളവും കരളിലെ മോഹവും അവസാനിക്കില്ല, 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഓണം ബമ്പർ 25 കോടി എന്ന് പറഞ്ഞില്ലേ, 500 രൂപയുടെ ടിക്കറ്റ് എടുത്തേ. ടാക്സിൽ നമുക്ക് കിട്ടുക 18 കോടിയോ 17 കോടിയോ കിട്ടുക. സർക്കാർ നമ്മളെ പറ്റിച്ചു. സർക്കാരിന് ആ 25 കോടി ഫുള്ള് ഇവിടെ തരായിരുന്നില്ലേ? ഏതെങ്കിലും സർക്കാർ തീരുമാനിക്കുക അപ്പുറത്തേക്കാം 25 കോടി. 25 കോടി കൈ കിട്ടിയാൽ എന്താ വിചാരിക്കുക? സർക്കാരിനുള്ള റൗണ്ടിൽ 30 കോടി തരായിരുന്നില്ലേ? നമുക്ക് ഈ ആ സമ്പത്ത് കൊണ്ട് ഒരിക്കലും മനുഷ്യനെ മതി എന്ന തർപ്പണീയോ മനുഷ്യ, വിത്തേന തർപ്പണീയോ മനുഷ്യ എന്ന് ഉപനിഷത്ത് പറയും. സമ്പത്ത് കൊണ്ട് ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ഇതേ ഉള്ളൂ എന്ന് ചോദിക്കും. അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ട. യദൃച്ഛയോപമന്നേന സന്തുഷ്ടോ വർത്തതേ സുഖം. എത്ര ഉദാത്തമായിട്ടുള്ള കഥ പറയുന്നു ഭഗവാൻ. തത്വം ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. തനിക്ക് അർഹതയുള്ളത് തൻ്റെ കർമ്മഫലമനുസരിച്ച് എന്താണോ തനിക്ക് യോഗ്യതയുള്ളത് അത് ഈശ്വരൻ തന്നോളും. അങ്ങനെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുത്തുക. അവരുടെ വീട്ടിലെ മാരുതി 800 ആണ്, അപ്പുറത്തെ വീട്ടിലെ ഫോക്സ് വാഗൺ കിടക്കുന്നത് കൊണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. തനിക്ക് എന്താണോ അർഹതയുള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെടുക. മത്സരാണാം സദാം വേദ്യം. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഈ മനുഷ്യന് ഈ സംസാര സാഗരത്തിൽ കിടന്ന് വട്ടം കറങ്ങാൻ കാരണം എന്താണെന്നറിയോ രാജാവേ? പുംസായം സംസതേർ ഹേതു. ഈ സംസാരത്തിന് കാരണം സന്തോഷമില്ലായ്മയാണ്, അതൃപ്തിയാണ് ഈ ദുഃഖങ്ങൾക്ക് മുഴുവൻ കാരണം. ഇതില് അർത്ഥകാമയോ, അർത്ഥവും കാമവും എത്രയായാലും മതിയാവില്ല. ഇതാണ് മനുഷ്യന്റെ ദുഃഖത്തിന് കാരണം. എത്ര സമ്പത്ത് കിട്ടിയാലും മതിയാവില്ല. എത്ര ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാലും പിന്നെ ഉണ്ടാവും ആഗ്രഹം. അർത്ഥകാമയോ, അർത്ഥവും കാമവും ഒരിക്കലും നിലയ്ക്കാത്തതാണ് മനുഷ്യന്റെ ദുഃഖത്തിന് കാരണം. യദൃച്ഛാലാപതുഷ്ടസ്യ തേജോ വിപ്രസ്യ വർദ്ധതേ. ഒരു മനുഷ്യന്റെ തേജസ് എപ്പോഴാണ് വർദ്ധിക്കുക? ഉള്ളത് കൊണ്ട് സന്തോഷിക്കുമ്പോൾ. ഇത് പിങ്കള എന്ന വേശ്യ പറയും. 24 ഗുരുക്കന്മാരിൽ ഒരു ഗുരു ഒരു വേശ്യയാണ്. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. ആഗ്രഹങ്ങളാണ് മനുഷ്യനെ ദുഃഖിപ്പിക്കുന്നത്. അപ്പോൾ ഉള്ളത് കൊണ്ട് സന്തോഷിക്കുക. ഒരു ബ്രാഹ്മണന്റെ തേജസ് എങ്ങനെയാ നശിക്കുക? അസന്തോഷാൽ. ഒരു വലിയ അഗ്നികുണ്ഡം എത്ര ക്ഷേമമായിട്ട് അഗ്നി ജ്വലിക്കണമെങ്കിൽ എത്ര പാടുപെടണം. അതിലേക്ക് ഒരു കുടം വെള്ളം ഒഴിക്കേണ്ട താമസമുള്ളൂ. ഒരു നിമിഷം കൊണ്ട് അഗ്നി ഇല്ലാണ്ടാവും. ഭീകരമായിട്ടുള്ള അഗ്നികുണ്ഡം ഒരു കുടം വെള്ളം ഒഴിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നത് പോലെ ഒരു മനുഷ്യന്റെ തേജസ് അസന്തോഷം കൊണ്ട്, അതൃപ്തി കൊണ്ട് ഇല്ലാണ്ടാവും. അതുകൊണ്ട് എനിക്ക് വേണ്ട, അങ്ങ് പറയുന്ന ഒന്നും എനിക്ക് വേണ്ട. ഈ 3 അടി കൊണ്ട് അളക്കുന്ന സ്ഥലം മാത്രം എനിക്ക് മതി. വേറൊന്നും എനിക്ക് വേണ്ട. എൻ്റെ ഈ പാദം കൊണ്ട് അളക്കുന്ന 3 അടി സ്ഥലം മതിയെങ്കിൽ മതി. ഞാൻ പോകുന്ന പറഞ്ഞു. അങ്ങേക്ക് മതി വെച്ചാൽ മണ്ടനായ അങ്ങയുടെ തലയിൽ കയറില്ലെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. പത്നിയായ വിദ്യാപതിയോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഉദകപൂർവ്വം വേണം ദാനം ചെയ്യാൻ. ദാനം ചെയ്യാനായിട്ട് വെള്ളം കൊണ്ടുവന്ന് കയ്യിലെടുത്ത സമയത്താണ് അരുത് ഒരു അട്ടഹാസം. 14 ലോകത്തിൻ്റെയും അധിപതിയായിരിക്കുന്ന ഇന്ദ്രസേന മഹാബലി എന്ന ചക്രവർത്തിയോട് അരുതെന്ന് പറയാൻ ആരാ? തിരിഞ്ഞു നോക്കിയപ്പോൾ വേറെ ആരുമില്ല, തൻ്റെ ഗുരുനാഥനായുള്ള ശുക്രമഹർഷിയാണ്. തനിക്ക് പുനർജന്മം നൽകിയ അതേ ഗുരു
വിശ്വജിത്ത് എന്ന യാഗം കഴിപ്പിച്ച് ത്രൈലോക്യ വിജയിയാക്കിയ അതേ ഗുരു, അശ്വമേധ യാഗത്തിന്റെ പ്രധാന പുരോഹിതനായിരിക്കുന്ന ഗുരു പറഞ്ഞു, മണ്ടനായ ഇന്ദ്രസേന അങ്ങ് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇതാരാണെന്ന് വിചാരിച്ചിട്ട് അങ്ങ് കൊടുക്കാൻ പോണേ. ഏഷ വൈരോചനെ സാക്ഷാൽ ഭഗവാൻ വിഷ്ണു അവ്യയ കശ്യപ തതിതേ ജാത ദേവാനാം കാര്യസാധക. അതിഥി കശ്യപന്മാരുടെ പുത്രനായിട്ട് ജനിച്ചിട്ട് അങ്ങയുടെ കയ്യിൽ നിന്ന് സകലതും അപഹരിച്ച് ദേവന്മാർക്ക് ദേവേന്ദ്രനെ കൊണ്ടുപോയി സമ്മാനിക്കാൻ വന്ന ദേവന്മാരുടെ ചാരനാണ്. കൊടുക്കരുത്. അങ്ങ് യസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ സകല ഐശ്വര്യങ്ങളും അങ്ങേക്ക് നഷ്ടപ്പെടും. ഒരിക്കലും പറയരുത്. നദൽദാനം പ്രശംസന്തി ഏന വൃത്യർ വിപദ്യതേ. സ്വന്തം നിലനിൽപ്പില്ലാതാക്കുന്ന ദാനം ചെയ്യരുത് ഒരിക്കലും. അവനവന്റെ നിലനിൽപ്പ് നോക്കിയിട്ടേ ദാനം ചെയ്യാവൂ. ദാനം ചെയ്യാം 5 കാര്യങ്ങൾക്ക്: ധർമായ, യശസ്സെ പേര് കിട്ടാൻ, അർത്ഥായ ബിസിനസ്സിന് വേണ്ടിയിട്ട്, കാമായ ആഗ്രഹങ്ങൾ നടക്കാൻ, സ്വജനായ ച ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട്. 5 കാര്യങ്ങൾക്ക് സമ്പത്ത് ഉപയോഗിക്കാം. പക്ഷേ സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന, സ്വന്തം നിലനിൽപ്പില്ലാതാക്കുന്ന വാഗ്ദാനം ചെയ്യരുത്. പിൻവലിക്കൂ. ജീവിതം എന്ന് പറയുന്ന വൃക്ഷം നിൽക്കുന്നത് അസത്യത്തിന്മേലാണ്. ചില അവസരങ്ങളിൽ വാക്ക് പിൻവലിക്കാം. ഇത് കേൾക്കുമ്പോൾ സാധാരണ ആൾക്കാർ വിചാരിക്കും നുണ പറയാമെന്ന് ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. നുണ പറയാമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ഈ നീതിക്ക് പറയുന്ന പേര് ശുക്രനീതി എന്നാ, ലോകനീതിയല്ല. തൻ്റെ കക്ഷിയെ ജയിപ്പിക്കാനായിട്ട് ശുക്രമഹർഷി എന്ന് പറയുന്ന അഡ്വക്കേറ്റ് നടത്തുന്ന വാദങ്ങളാണ്. ലോകനീതിയല്ല. ഒരു വക്കീലിന്റെ ധർമ്മം എന്താ? തൻ്റെ കക്ഷിയെ ജയിപ്പിക്കുക. അവിടെ തൻ്റെ കക്ഷിയെ ജയിപ്പിക്കാൻ ശുക്രനീതിയെ പറഞ്ഞതാണ്. എന്നിട്ടും സത്യാൽ എന്ന ചലിതോ മഹാൻ, സത്യത്തിൽ നിന്ന് അണു മാറിയില്ല. ഗുരുനാഥനോട് പറഞ്ഞു, ഗുരുനാഥ അങ്ങ് പറഞ്ഞു എല്ലാം ശരിയായിരിക്കാം, പക്ഷേ കുറെ ധർമ്മങ്ങൾ പറയുക. അസത്യത്തിനേക്കാളും ഏറ്റവും വലിയ പാപം വേറെ ഇല്ല എന്നാണ് ഭൂമിദേവി പറയണേ. ഏതൊരുത്തനെ ഞാൻ താങ്ങിക്കൊണ്ട് നടക്കാം, നുണ പറയുന്നവരെ മാത്രം ഞാൻ സഹിക്കില്ല. ഭൂമിക്ക് ഭാരമായിട്ട് ഞാൻ ഇരിക്കില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, പ്രഹ്ലാദന്റെ പേരക്കുട്ടി സത്യലംഘകനാണ് എന്ന് ലോകം പറയും. ആ ചീത്തപ്പേര് കേൾക്കാൻ ഞാൻ തയ്യാറല്ല. ലോകം നിലനിൽക്കുന്ന കാലത്തോളം പറയും പ്രഹ്ലാദന്റെ പേരക്കുട്ടി ഇന്ദ്രസേനൻ കള്ളനാണ്, നുണ പറയുന്നവനാണ് എന്ന്. എന്റെ സർവസ്വവും നഷ്ടപ്പെട്ടോട്ടെ, സ്ഥാനം പൊക്കോട്ടെ, അധികാരം പൊക്കോട്ടെ, ഐശ്വര്യം പൊക്കോട്ടെ, ബന്ധനസ്ഥനായിക്കോട്ടെ, നരകത്തിൽ പൊക്കോട്ടെ, ഞാൻ മരിച്ചോട്ടെ, എന്നാലും സത്യലംഘനം ഞാൻ നടത്തില്ല. ഈ ഐശ്വര്യം, ബലം, സമ്പത്ത്, അധികാരം ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഉപകാരമുള്ളൂ, അല്ലേ? നമുക്ക് കോടിക്കണക്കിന് സമ്പത്തുണ്ട്. അതെപ്പോഴാ ഉപകാരമാവുക? നമ്മളത് സൽപാത്രത്തിൽ ദാനം ചെയ്യുമ്പോൾ. സേഫിൽ കെട്ടുകണക്കിന് 500 നോട്ട് ഇരുന്നാൽ ആർക്കും ഉപകാരം ചില്ലാണ്ട് ചത്തുപോയി കഴിഞ്ഞാലോ കടലാസിന്റെ വില പോലും അതിനുണ്ടാവില്ല. ജീവിച്ചിരിക്കുമ്പോൾ സമ്പത്ത് സൽപാത്രത്തിൽ ദാനം ചെയ്യണം. ഏറ്റവും നല്ല സൽപാത്രം ഭഗവാൻ മുമ്പിൽ വന്ന് നിൽക്കണു. അപ്പോൾ ഭഗവാനല്ലേ കൊടുക്കേണ്ടത്. ശിവി എന്ന ചക്രവർത്തി, ദധീചി എന്ന മഹർഷി, എൻ്റെ അച്ഛൻ വിരോചനൻ, ഇവരൊക്കെ സ്വന്തം പ്രാണനെ വരെ ദാനം ചെയ്തവരാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ദാനം ചെയ്താൽ എന്താ? സൽപാത്രത്തിൽ ദാനം ചെയ്തതുകൊണ്ട് ദരിദ്രനാവുകയാണെങ്കിൽ ആവട്ടെ ഗുരുനാഥ, അതെനിക്ക് ഭൂഷണാണ്. സൽപാത്രത്തിൽ ദാനം ചെയ്തുകൊണ്ട് നിസ്വനാവുകയാണെങ്കിൽ എനിക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല എന്നെനിക്ക് പറയാം. ഓരോരോ ധർമ്മങ്ങൾ നിരത്തുക മഹാബലി. പിന്നെ പറഞ്ഞു, അങ്ങ് എന്ത് പറഞ്ഞത്? കായേന വാചാ മനസേന്ദ്രിയർവാ, എന്ത് ചെയ്യുന്നതും നാരായണായേത് സമർപ്പയേത്തൽ. ഭഗവാന് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? ആ നാരായണൻ മുമ്പിൽ ഒന്ന് നിൽക്കണു. ഇപ്പൊ എന്താ കൊടുക്കരുതെന്ന് പറയണേ? നാരായണായത് സമർപ്പയേത്തൽ, നാരായണന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതേ നാരായണൻ മുമ്പിൽ കൈനീട്ടി വന്ന് നിൽക്കുമ്പോൾ കൊടുക്കരുതെന്ന്. അവസാനം മഹാബലി പറഞ്ഞു, ലോകത്തിലുള്ള എല്ലാവരെയും, എൻ്റെ മുത്തച്ഛനായ പ്രഹ്ലാദനെ വരെ കൈ കമഴ്ത്തിയാണ് അനുഗ്രഹിച്ചത് ഭഗവാൻ. എല്ലാവരെയും കൈ കമഴ്ത്തി അനുഗ്രഹിക്കുന്ന ഭഗവാൻ കൈ മലർത്തി കാണിച്ചത് എൻ്റെ മുമ്പിൽ മാത്രമാണ്. അപ്പം ഞാനല്ലേ ഭാഗ്യവാൻ? ഞാനല്ലേ ധന്യൻ? ഞാൻ കൊടുക്കും ഗുരുനാഥ.
ഈ ഗുരുനാഥൻ എന്തൊക്കെ പറഞ്ഞിട്ടും ധർമ്മിഷ്ഠനായ, ദാനശീലനായ, സത്യപ്രദനായ ആ ഇന്ദ്രസേന മഹാബലി സത്യാൽ ന ചലിതോ മഹാൻ, സത്യത്തിൽ നിന്ന് മാറിയില്ല. ഗുരു ശപിച്ചു, എൻ്റെ വാക്ക് കേൾക്കാതെ നീ ദാനം ചെയ്യുകയാണെങ്കിൽ നിന്റെ സകല ഐശ്വര്യങ്ങൾ നഷ്ടപ്പെടട്ടെ. ഭഗവാന് വെള്ളം കൊടുക്കേണ്ട താമസം. തദ്വാമനം രൂപം അവർദ്ധതദ്ഭുതം, 14 ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ത്രിവിക്രമ സ്വരൂപമായിട്ട് മാറി. 14 ലോകത്തിൽ എന്തെല്ലാം 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 ഉണ്ടോ അത് മുഴുവൻ ഭഗവാന്റെ ശരീരത്തിൽ കണ്ടു. നാളെ യശോദമ്മ കാണും 14 ലോകങ്ങളിൽ എന്തെല്ലാം ഉണ്ടോ അത് ഭഗവാന്റെ വായിൽ. 7-ാം ദിവസം ഞായറാഴ്ച നമുക്ക് കാണാം, മാർക്കണ്ഡേയ മഹർഷി കാണും ഭഗവാന്റെ ഉദരത്തിൽ എല്ലാം. ഈ സമയത്ത് അസുരന്മാരൊക്കെ ആയുധങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. ദേ ഈ മായാവടുവായിരിക്കുന്ന ഈ വിഷ്ണു നമ്മുടെ രാജാവിനെ ചതിക്കാൻ വന്നതാണ്. ആയുധങ്ങളെടുത്ത് പുറപ്പെട്ടു. മഹാബലി പറഞ്ഞു, നിങ്ങളെല്ലാം രസാതലത്തിലേക്ക് പൊക്കോളൂ, ഇപ്പൊ ഭഗവാന്റെ അനുഗ്രഹം നമുക്കില്ല. നമ്മുടെ സകല ശ്രേയസ്സിനും കാരണമായിരിക്കുന്ന ഭഗവാൻ ഇപ്പൊ നമുക്ക് പ്രതികൂലമാണ്. മാത്രമല്ല ഗുരുനാഥൻ ശപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്താൽ ജയിക്കില്ല, രസാതലത്തിലേക്ക് പൊക്കോളൂ. എല്ലാവരെയും രസാതലത്തിലേക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ആ സമയത്താണ് ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് ഗരുഡൻ അവിടെ വന്നു. ഗരുഡൻ വരുണപാശം കൊണ്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഗരുഡൻ വരുണപാശം കൊണ്ട് മഹാബലി അവിടെ ബന്ധിച്ചു. എല്ലാവരും അയ്യോ അയ്യോ കഷ്ടായി കഷ്ടായി കഷ്ടായി. ഭഗവാൻ എന്താ ഉദ്ദേശിച്ചേ എന്ന് ജനങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. എന്തിനാ ഭഗവാൻ വരുണപാശം കൊണ്ട് ബന്ധിച്ചേ? നമ്മുടെ കാര്യം തന്നെ ചിന്തിച്ചാൽ മതി. നമ്മൾ ബോംബെക്കോ ഡൽഹിക്കൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ നമ്മുടെ സൂട്ട് കേസ് സീറ്റിൻ്റെ അടിയിൽ ചങ്ങലയിട്ട് പൂട്ടി വയ്ക്കാറുണ്ട്. എന്തിനാ അത്? വേറെ ആരും അത് കൊണ്ടുപോകാണ്ടിരിക്കാൻ. ദിസ് ഈസ് മൈ പ്രോപ്പർട്ടി, ഇതെൻ്റെ സ്വന്തം സാധനം. ഭഗവാൻ അതിൻ്റെ പറഞ്ഞത്, ഇപ്പം എൻ്റെ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടി എൻ്റെ സ്വന്തം ആളാ, വേറൊരാൾ കൊണ്ടുപോകരുത്. കാലപാശം ബന്ധിക്കാതിരിക്കാൻ, മൃത്യുപാശം ബന്ധിക്കാതിരിക്കാൻ വരുണപാശം കൊണ്ട് കെട്ടി എൻ്റെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കട്ടെ എന്ന്. നമ്മൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ ബാങ്കിൽ ലോക്കറിൽ കൊണ്ടുവയ്ക്കും. എന്തിനാ ലോക്കറിൽ കൊണ്ടുപോകണം? വീട്ടിൽ വെച്ചാൽ അപകടം. എൻ്റെ സമ്പത്ത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം. ഇതുപോലെ അതാ വിചിത്ര രൂപസ്തവ ഖല്ലു അനുഗ്രഹ. ഭഗവാന്റെ അനുഗ്രഹം വിചിത്ര രൂപത്തിലാണ്. അത് മനസ്സിലാക്കാൻ മനുഷ്യർക്ക് കഴിവില്ല. അയ്യോ ദേ മഹാബലി എല്ലാം തരാം, സർവം പ്രദാസ്യേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കെട്ടി. ഭഗവാൻ എന്തിനാ കെട്ടിയത്? അവനെ വേറെ ആരും കൊണ്ടുപോകാതിരിക്കാൻ. ആ സമയത്താണ് മുത്തച്ഛനായുള്ള പ്രഹ്ലാദൻ വന്നത്. വർണ്ണപാശം കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ആ മഹാബലിക്ക് മുത്തച്ഛനെ നമസ്കരിക്കാൻ പറ്റിയില്ല. വർണ്ണപാശം കൊണ്ട് ബന്ധിച്ചിരിക്കല്ലേ, ശിരസ് കുരിച്ച് നമസ്കരിച്ചുള്ളൂ. അപ്പൊ ഭഗവാൻ പറഞ്ഞു മഹാബലിയോട്, ഇന്ദ്രസേന, അങ്ങ് എനിക്ക് 3 അടി സ്ഥലം തരാമെന്ന് പറഞ്ഞു, ഇതേവരെ തന്നില്ലല്ലോ. പ്രതിശ്രുതമദാനേന, പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ 2 കാര്യം, 2 ശിക്ഷയാണ്. ഒന്ന്, പ്രഹ്ലാദന്റെ പേരക്കുട്ടി സത്യലംഘകനാണെന്നുള്ള ചീത്തപ്പേര്. രണ്ടാമത്തേത്, പറഞ്ഞത് കൊടുക്കാത്തത് കൊണ്ട് നരകവാസം. വേഗം തയ്യാറായിക്കോളൂ. മഹാബലിക്ക് ഒരു കൂസലും ഉണ്ടായില്ല. കിരീടം ഊരി അവിടെ താഴെ വെച്ചു. പദം തൃതീയം കുരിശിഷ്ണി മേ നിജം, 3ാമത്തെ അടി എൻ്റെ ശിരസിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു. പ്രഹ്ലാദന് സന്തോഷം കൊണ്ട് സഹിക്കവയ്യ. ഭഗവാനെ, അവിടുത്തെ അനുഗ്രഹം അപാരം. 14 ലോകത്തിൻ്റെ ആ അധികാരം എൻ്റെ പേരക്കുട്ടിക്ക് ആരാ കൊടുത്തത്? അവിടുന്ന്. ത്വയൈവദത്തം പദമൈന്ദ്രമൂർജിതം. 14 ലോകത്തിൻ്റെ ആധിപത്യം കൊടുത്തതും ഭഗവാൻ, തിരിച്ചെടുത്തതും ഭഗവാൻ. എന്താ കാരണം? എൻ്റെ പേരക്കുട്ടി അധികാരമതം കൊണ്ട്, ഐശ്വര്യ അഹങ്കാരം കൊണ്ട് നശിക്കും എന്ന് അവിടുത്തേക്ക് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ പേരക്കുട്ടി നശിക്കരുത് എന്ന ഭക്തവാത്സല്യം കൊണ്ട് അവിടുന്ന് തിരിച്ചു മേടിച്ചതല്ലേ. നാരായണാഖില ഗുരോ ഭക്തപ്രിയോ യദസി കൽപ്പതരു സ്വഭാവ. നമസ്കരിച്ചു പ്രഹ്ലാദൻ. അങ്ങനെ ആ ഭഗവാൻ അനുഗ്രഹിക്കാൻ നിൽക്കണ നേരത്ത് വിന്ധ്യാവലി വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, എൻ്റെ ഭർത്താവിന് ഒരു അബദ്ധം പറ്റി. അതെന്താ?
ക്രീഡാത്ത ആത്മനൈതം ജഗൽകൃതം ദേ. ഈ 14 ലോകങ്ങളും കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് സൃഷ്ടിച്ചതാ. സമുദ്രതീരത്ത് ഒരു കൊച്ചുകുട്ടി മണൽ കൊണ്ട് കൊട്ടാരമുണ്ടാക്കി കളിക്കുന്നത് പോലെ അവിടത്തേക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 14 ലോകങ്ങളെ സൃഷ്ടിച്ചത്. എന്നിട്ടോ എൻ്റെ ഭർത്താവിന് താൽക്കാലിക ഉപയോഗത്തിന് വാടകക്കാരനായിട്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭജനം മൂത്ത് ഊരായ്മയായി. ഈ 14 ലോകങ്ങളും തൻ്റെ സ്വന്തമാണ് എന്ന് എൻ്റെ ഭർത്താവിന് തോന്നി. ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഭഗവാൻ എല്ലാവരും കേൾക്കെ പറഞ്ഞു, സത്യവ്രതനായിരിക്കുന്ന, ധർമ്മിഷ്ഠനായിരിക്കുന്ന, ദാനശീലനായിരിക്കുന്ന ഈ ഇന്ദ്രസേന മഹാബലി എൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കണു. 100-ൽ 110 മാർക്ക്. ഞാൻ ഭരണഭാഷ കൊണ്ട് ബന്ധിച്ചു, ഗുരു ശപിച്ചു, ബന്ധുക്കളെ വിട്ടുപോയി, സകല ഐശ്വര്യങ്ങളും നശിച്ചു, അധികാരം പോയി, എന്നിട്ടും സത്യാൽ ന ചലിതോ മഹാൻ. അതുകൊണ്ട് ഞാൻ ഇവനെ അനുഗ്രഹിക്കുകയാണ്. ശബരിൽ നിന്ന് വെള്ളം വീഴുന്നത് പോലെ, അത് പറഞ്ഞാൽ തെറ്റാവും, മഴ പെയ്യുന്നത് പോലെ അനുഗ്രഹിക്കണോ മഹാബലിയെ ഭഗവാൻ. അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രസേന അങ്ങായിരിക്കും ദേവേന്ദ്രൻ നമ്പർ 1. അതുവരെ സ്വർഗത്തിനേക്കാൾ സുന്ദരമായിരിക്കുന്ന സുതലത്തിൽ താമസിച്ചോളൂ നമ്പർ 2. പാതാളത്തിലേക്കല്ല, സ്വർഗത്തിനേക്കാൾ സുന്ദരമായ സുതലത്തിൽ. നമ്പർ 3, അവിടെ ആധി, വ്യാധി, തളർച്ച, ആലസ്യം അങ്ങേക്കുണ്ടാവില്ല. 4-മതായിട്ട് പറഞ്ഞു, പരാജയം അങ്ങേക്ക് ഒരിക്കലും ഉണ്ടാവില്ല. 5-മതായിട്ട് പറഞ്ഞു, അങ്ങേക്ക് എന്നും നന്മ വരട്ടെ എന്ന്. 6-മതായിട്ട് പറഞ്ഞു, അഷ്ടദിക്പാലകന്മാര് അങ്ങയുടെ ആജ്ഞാനവർത്തികളായിരിക്കും, അങ്ങയെ എന്നും ബഹുമാനിക്കും. 7-മതായിട്ട് പറഞ്ഞു, അങ്ങയുടെ ആജ്ഞയെ ധിക്കരിക്കുന്ന അസുരന്മാരെ എൻ്റെ സുരചക്രം ഇല്ലാതാക്കും. 8-മതായിട്ട് പറഞ്ഞു, രക്ഷിഷ്യേ സർവതോഹത്വം, എന്ന് ഞാൻ അങ്ങയെ രക്ഷിച്ചോളാം. 9-മതായിട്ട് പറഞ്ഞു, അങ്ങയുടെ ആസുരഭാവം ഇല്ലാതാവട്ടെ. 10-മതായിട്ട് പറഞ്ഞു, ശംഖുചക്ര ഗദാപത്മങ്ങളോടുകൂടി ഞാൻ അങ്ങയുടെ കൊട്ടാരം കാവൽക്കാരനായിട്ട് നിന്നോളാമെന്ന്. ഗുരുവായൂരപ്പൻ പറഞ്ഞതേ മഹാബലിയുടെ കൊട്ടാരം കാവൽക്കാരനായിട്ട് നിന്നോളാമെന്ന്. ഇതെവിടെയെങ്കിലും ഏതെങ്കിലും സെലിബ്രിറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഭാഗവതത്തിലേ ഉള്ളൂ. സാക്ഷാൽ ഗുരുവായൂരപ്പൻ കൊട്ടാരം കാവൽക്കാരനായിട്ട് നിന്നോളാമെന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ഭാഗ്യം ഒരു ഭക്തന് വേണ്ടേ? എന്നിട്ടും മണ്ടനായിട്ടുള്ള മലയാളികൾ പലരും പറയും പാതാളത്തിൽ ചവിട്ടി താഴ്ത്തി, പാതാളത്തിൽ ചവിട്ടി താഴ്ത്തുന്നു. ഇത്രയും വായിച്ചതിൽ നിന്ന് എവിടെയെങ്കിലും പറഞ്ഞോ പാതാളത്തിൽ ചവിട്ടി താഴ്ത്തി? മഴ പെയ്യണത് പോലെ അനുഗ്രഹവർഷം ചൊരിഞ്ഞ് സ്വർഗത്തിനേക്കാൾ സുന്ദരമായിരിക്കുന്ന സുതലത്തിലേക്ക് പറഞ്ഞു. ഇനി അടുത്ത മന്വന്തരത്തില്, 8-മത്തെ മന്വന്തരത്തില്, സാവർണി മന്വന്തരത്തില് ഇതേ ഭഗവാൻ സാർവഭൗമൻ എന്ന പേരിൽ അവതരിക്കും. ഇപ്പൊ വാമനനായ ആള് അടുത്ത മന്വന്തരത്തില് സാർവഭൗമൻ എന്ന പേരിലാണ്. ആ സമയത്ത് ഇതേ ഭഗവാൻ ഇതേ ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് ത്രിലോകങ്ങളെ മേടിച്ച് ഇതേ മഹാബലിക്ക് കൊടുക്കും. ഇതൊന്നും ആരും പറയില്ല. മഹാബലിയുടെ കയ്യിൽ നിന്ന് അപഹരിച്ച് ഇന്ദ്രന് കൊടുത്ത ഭഗവാൻ അടുത്ത മന്വന്തരത്തില് അതേ ഇന്ദ്രന്റെ നിന്ന് മേടിച്ച് അതേ മഹാബലിക്ക് കൊടുക്കും. ഭഗവാന്റെ ഭക്തവത്സലില്ലേ, പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയില്ലല്ലോ. ആ ഭക്തവത്സലനായ ആ ഭഗവാന്റെ അപാരമായ ഭക്തവാത്സല്യം, കാരുണ്യം, സർവസ്വവും പ്രദാനം ചെയ്ത മഹാബലിയുടെ മാഹാത്മ്യം, അതാണ് വാമനാവതാരം, പ്രഹ്ലാദചരിതം. പിന്നീട് ഉപേന്ദ്രനായിട്ട് സ്വർലോകത്തേക്ക് കൊണ്ടുപോയി വാമനമൂർത്തിയെ ശുക്രമഹർഷിയെ കൊണ്ട് യാഗം പൂർത്തിയാക്കിച്ചു എന്നുള്ള കഥകൾ. അപ്പോൾ മണ്ടന്മാരായിട്ടുള്ള മലയാളികളിൽ പലരും വിചാരിക്കുന്നത് പോലെ സപ്താഹവേദിയിലിരുന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഭഗവാന്റെ അപാരമായ ഭക്തവാത്സല്യമാണ് കാണിച്ചു തന്നത്. രാവിലെയുള്ള പാരായണ പ്രഭാഷണങ്ങൾ വാമനമൂർത്തിയായ